Action get bitu. Network connection. Network connect. Microphone off ഉണ്ട് ഇപ്പൊ. ഇപ്പൊ ഓഫ് ഉണ്ട്. മൈക്ക് ഓണാ സാറേ. മൈക്ക് ഓണാ. ആരംഭിച്ചിരിക്കും മറുപടി അത് ഉദയ മറുപടിയാണ്. എന്ത് പേപ്പർ പഠിച്ചു അല്ലേ? Good evening, sir. Good evening to all. CK സാറിന്റെ ഫോൺ ബിസിയാ ടീച്ചറെ. അല്ല CK സാറ് സാറിന് മെയിൽ ഐഡിയും പാസ്വേഡും സാറിന് കമ്പ്യൂട്ടർ ജോയിൻ ചെയ്യുന്നത് തടസ്സം, ഇപ്പൊ ഫോണിൽ ജോയിൻ ചെയ്യും. ഹലോ, നമസ്കാരം. നമസ്കാരം സർ. സാർ ഫോണിൽ ചേർക്കാം, ഫോണിൽ ജോയിൻ ചെയ്തോ? ഫോണിൽ പ്രശ്നമില്ല. ഓക്കെ, തുടങ്ങാം. ഈ ഹോൾഡ് ചെയ്യുന്ന അത് അവോയ്ഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ആ, പക്ഷെ അത് കിട്ടുന്നില്ല. ചൂസ് ഹൗ യു വാണ്ട് ടു സൈൻ എന്നൊക്കെ പറഞ്ഞു.
ക്ലാസ് ടീച്ചർ തന്നു, ഞാൻ കൊടുത്തു. സർ ഞാനൊരു മെയിൽ ഐ ഡിയും പാസ്വേഡും അയച്ചിരുന്നു, അത് വെച്ച്. അല്ലെ വാസുദേവൻ, അല്ല വാസുദേവൻ ടീച്ചർ തന്നു. ശരി. പക്ഷെ അത് കൃത്യമായിട്ടില്ല. സാറില്ല സാർ, ഫോണിൽ മതി. ഹലോ. കുറച്ച് അടുത്തോട്ടിരിക്കും, മൈക്കിന് ക്യാമറ അടുത്തേക്ക്. സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? കുറച്ച് അടുത്തിരുന്നാ PGB സാർ ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ. വെരി ഗുഡ്. സാറേ എങ്ങനെ മൊബൈലിൽ കണ്ടിന്യൂ ചെയ്യാനാണോ സാറേ? അതെ, കണ്ടിന്യൂ തുടങ്ങാം. ശരി. ഇന്ന് സാറേ നമസ്കാരം. സാർ സുരേഷ് സാർ എത്തി. നമസ്കാരം. സാറേ നമസ്കാരം. നമസ്കാരം സുരേഷ് സാർ. നമസ്കാരം. സാറേ നമസ്കാരം സാർ. താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം രാജി ടീച്ചർ, രാജി KP, our former president of Alumni Association. സാറേ നമസ്കാരം. നമസ്കാരം. 2-3 പ്രസാദമാരുണ്ട്. ഒരു പ്രസാദ് എത്തിയിട്ടുണ്ട്. പ്രസാദ് MP 83. 83. സുഹാസിനി നമസ്കാരം. ടീച്ചർ സുഹാസിനി ടീച്ചർ നമസ്കാരം. എല്ലാവരും കണ്ടൊരു സന്തോഷം. പരിപാടിയിലോട്ട് കടക്കാം. അതെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നമ്മുടെ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു ഫ്ലക്സ് എന്ന ഒരു പരിപാടി നമ്മൾ സ്ഥിരം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ മാസവും. ഫോക്കസ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രോഗ്രാം. അതിന്റെ അഭിമുഖത്തിൽ ഇന്ന് നമുക്ക് ഇവിടെ പ്രധാന പ്രാസംഗികനായി എത്തുന്നത് ഡോക്ടർ CK സുബ്രഹ്മണ്യപ്രസാദ് സാറാണ്. അപ്പോൾ സാറിന്റെ ടോക്കാണ് ഇന്ന് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പരിപാടിയിൽ എന്നിൽ അർപ്പിച്ചിരിക്കുന്നത് എല്ലാവരും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ PR സുരേഷ് സാറിനെ പരിപാടിയിലൂടെ സ്വാഗതം ചെയ്യുന്നു. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ PR ശ്രീമദൻപിള്ള സാറിനെ ഈ പ്രോഗ്രാമിലൊക്കെ സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ഡോക്ടർ വാസന്തി ടീച്ചർ, പിന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും, കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയ അധ്യാപകർ, ബഹുമാനീയ പ്രിൻസിപ്പൽമാർ, റിട്ടയർ ചെയ്ത പ്രിൻസിപ്പൽമാർ, പിന്നെ നമ്മുടെ അലുമിനി അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അടുത്തതായി നമ്മുടെ ഇന്നത്തെ പ്രാസംഗികനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രൊഫസർ നിഷ ടീച്ചറാണ്. ടീച്ചർ നമ്മുടെ അലുമിനിയാണ്. 2007 കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ആളാണ്. ടീച്ചർ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപികയാണ്. അപ്പോൾ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സുബ്രഹ്മണ്യ സാറിനെ സ്വാഗതം ചെയ്യാനായി ടീച്ചറെ ക്ഷണിക്കുന്നു. Thank you, Siddharth sir. Good evening, all of you. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. മറ്റു കുറേ തിരക്കുകൾ കാരണം കഴിഞ്ഞ സെഷൻസ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെരി ഹാപ്പി ടു സീ ഓൾ ഫേസസ്, ഇൻക്ലൂഡിങ് മൈ ടീച്ചേഴ്സ് ആൻഡ് NSSന്റെ ഒരു ഫാമിലി കാണുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് ആസ് എ സ്റ്റുഡൻറ്. സോ വെരി ഹാപ്പി. And first of all, I would like to thank Mahadevan sir, Uma teacher, Vasanthi teacher, and Siddharth sir for giving me an opportunity to introduce our beloved CKSP sir. I always take immense pride and I feel very happy whenever I get an opportunity to speak something about my teachers. And I was fortunate enough for being a student of Dr. CKSP sir for my undergraduate program at NSS College. He has actually taught me strength of materials in my 3rd semester, and I truly owe him for that, sir. With great privilege, let me move to my task today to introduce him to the audience, even though I'm sure that he doesn't need any special introduction.
Dr. C.K. Subramaniaprasad took his BTech degree in Civil Engineering from NSS College of Engineering, University of Calicut, and MTech with a gold medal from IIT Madras. He received his PhD in Civil Engineering from Cochin University of Science and Technology. For his doctoral dissertation, he worked on utilization of plastic waste in stabilized masonry blocks and coordinated projects on the same area, funded by Kerala State Council for Science, Technology and Environment. He has to his credit a series of notable publications in very high indexed journals. He also serves as a life member in various professional bodies like IST, Indian Geotechnical Society, and many more. He joined as a faculty member in the Department of Civil Engineering, NSS College of Engineering in the year 1979, and he retired in 2011 as professor and head of the department. Even after his retirement, department still continues benefiting from his yeoman service, and his visionary acts and thoughts, which he always share, not only motivate students, but also faculty members to a very great extent. And whenever I talk about him or whenever I get an opportunity to speak about him, I'll always love to address him as a Karanavar of our department. It's just because of the positive vibe which he maintained with all of us, irrespective of whether we are a student or a faculty member or a lab staff or any person. We always get a kind of positive attitude whenever we talk to him. And I think this is not something which I experience personally. This would be the same experience which any of us would share if we have talked to him at least once. So we are indeed thankful to have you, sir, as a speaker, as our speaker today. And with due respect and honor, on behalf of Alumni Association, NSS College of Engineering, I would like to welcome you, sir, for today's talk on learning through experiences. So I'm sure that we'll be getting some takeaways from this session as usual. So looking forward to hear from you, sir. Thank you. Thank you so much. Over to you, sir. Well, thank you very much. Thank you very much, Nisha. Thank you, sir. Next, Siddharth, ഞാൻ തുടങ്ങണം. സാറിന് തുടങ്ങാം. Respected Principal, Dr. P.R. Suresh, respected President of Alumni Association, Dr. P.R. Srimahadevan Pillai, all executive members of the Alumni Association, Professor Siddharth, who is coordinating today's event, and all panel members, all respected principals under whom I worked and learned from each one of them, Dr. R.G. Menon sir, Professor R.G. Menon sir, Dr. V. Balakrishna Panikar sir, Professor Somashairan sir, Dr. P.G. Bhaskaran sir, Dr. Baburandran sir. They were all my teachers, gurus. I worked under them. They have loved me like anything, even though I don't deserve that much love and affection. They have been pouring love, and if at all, whatever little I am today, that is only because of their sharing their experiences and grooming me whenever I err and whenever I am to be corrected. I should be thankful to them all, and I am happy that I am seeing Bhaskar Nair sir. I apologize because I could not attend his class, even though mentally I was prepared. Physically, the problem of internet, even today, I thought of coming on the computer, but ultimately the mobile phone is helping me now. So that difficulty, that teething problem, I could not attend him, and I just say sorry to Bhaskar sir. Anyway, this opportunity, I should be thankful to the organizers for having given me an opportunity to see him now. And my pranams and namaskaram to PGV sir, Balakrishna Panikar sir, Soma sir, and Babu Rangan sir, all principals and all former HODs, current HODs, teachers, my very seniors, my immediate seniors, my batchmates, my younger brothers and sisters, and most my dear, lovely students who are the wealth of a teacher. The first day when I joined the institution, I kept in my mind that I am going to acquire the wealth through the students. And the wealth which I have today is nothing but the plenty of students who have been remembering me at least once, by which
their blessings and prayers keeps me energized. And if at all I am coming here in front of you today, that is because of my precious students. I salute them because they are energetic, they are enthusiastic, they are loving and capable of loving. So that will be not carried away, will be blessed. So and those who are attending today's classes, actually I am a stopgapper. Always, whenever Umadevi teacher or Vasanthi teacher, Honorable Secretary Vasanthi, I didn't mention your name there. Now I mentioned. So Honorable Secretary Vasanthi. So these people, whenever Vasanthi or Umadevi teacher, they usually what they do is when they will be searching for persons. Suppose they find it difficult to get a person, they will come and tell me. So I will just tell something. I don't know whether I can deliver the good, whether I am capable of delivering the good, I don't know. But I will agree because that will give you an experience. Even though I am not competent in delivering the good, I will get so many things from them that itself will be a learning experience for me. So accepting today's invitation or today's thing, I should not say invitation because I am part and parcel of this Alumni Association. Since they have given me 20 minutes of time to interact with you, I get a lot of experience, and that will energize and keep me updated. Now I should go to the topic. What is the topic today? Learning through experiences. There are two terms. One is the learning, another is the experience. So first we will take the learning part. Learning is an exercise. It can be an active exercise or it can be a passive exercise. But whether it is an active exercise or a passive exercise, it has certain elements in it known as the learning element. So we should be knowing the learning elements by which the learning process will be more efficient. First and foremost learning element is nothing but if you want to learn something, we should lean. We should lean to learn. We should be most humble. We should be most receptive. We should be most lending our ears. We should be always hearing others, keeping mum. Keeping mum doesn't mean that your brain is switched off. Just to listen to them. So learning starts with leaning. Once you start leaning to a particular topic to learn, you automatically start receiving some content of the topic. Next is the listening process. Lean, then you listen. When you start listening, there are two types of listening. One is active listening, another is called passive listening. Active listening means you are more involved rather than the teacher or the person who takes. You listen more than what you are getting. That is called active listening. Passive listening means you just close your eyes or you think something else also. Babu Thomas Adur or Babu Thomas Palai. Hello, Namaskaram. I see Babu Thomas. So this active learning process usually cannot span more time. Usually our domain of learning more will be in the passive learning process. Active learning, the Shraddha, the word Shraddha, concentration, you cannot have more time in whatever topic it is, but only during practice. Go on practicing, training, go on practicing, training, you get that active learning. The time of active learning is enlarged or increased by mental and physical exercises. Initially, active learning will be less compared to passive learning. But what is the use of passive learning? Suppose you are attending a class of a teacher. Teacher delivers the subject, you attend, you go to the room and start reading the subject once more. The moment you start reading the subject once more, you get
and information. At that time, in the absence of a teacher, the domain will be always active. The process of learning will never be passive. Always it will be an active learning. When you are alone and if you are struggling or toiling to get a subject known, that domain of learning will be always active, not passive. So you are in the active domain. At the same time, there is the knowledge fermenting on you as a passive learned product. So that passive learned product will automatically come to your rescue to know that because you are in the active learning domain. We can understand a subject, we can understand a topic only once you actively get involved in the learning process. In the passive learning process, you cannot master the subject. We can master the subject only if you can master the subject only if you are in the active domain. Are you hearing me? Are you hearing me? Yes. Yeah, we can hear you. Hello? Am I clear? We can't see you now. Clear? We can't see you now. We can hear you. Yes, sir. Clear. I am audible and clear. Yes. So first is leaning, second is listening, third is layering. You should layer your learning process. Usually our learning process is turbulent. You start off thinking so many things at a time. Even though the human brain is very efficient in thinking so many things at the same time in a parallel processing, during the process of learning, it is better that you learn in layers. So, leaning, listening, layering. The learning process has to be layered, sequential, according to the priority, according to the importance of the subject. So, there is no point in connecting 2 or 3 things at the same time and starting learning everything at a time. So, that is why you say that step by step. You start step by step and learning from first principles. This layer learning is otherwise called learning from first principles or learning the fundamentals, such as a construction or a civil engineer construct the foundation. So layered learning is nothing but building a strong fundamental foundation in the learning process by which whatever we learn will be useful to us and you gain a knowledge which can be put in practice. So leaning, listening, layering. Then the learning, we should be loyal to the learning process. Usually here, when we learn, we will think what I am going to get out of it. If I learn something, what is the outcome? What is my benefit? How I am going to be benefited by that? That question will be always there in anybody's. Whenever a person learns a new thing, that question will be there. But if that comes in the forefront before learning, the possibility of learning perfectly or a full-fledged learning may not be possible. So whether you get a return, whether you are being reciprocated by your learning, that is secondary. If you think of learning, start thinking it, go on learning it, loyal to what you are learning. Sincere, earnest, honest, truthful, by which you learn something. From that, whatever you derive as a benefit will automatically. That is what we say, karmanye vadhikaraste. You don't worry about the output, don't worry about the result first. Just start learning it. After some time, you see that you have learned something which is going to come a manifestation of some product or something, some phenomenon which may put you in another process of learning by which step by step you start gaining an experience. So layered learning, loyal to the learning, legitimate learning. Your learning should be legitimate. That is very important. Legitimate learning, unauthorized learning, unethical learning, learning wrong things, learning bad things, learning unproductive things,
And unfortunately, learning wrong things, learning unproductive things, learning bad things are really easy. They will come to our mind. I don't know what happens, but it is an irony. Human beings, human mind learns bad things very easily. Very tough things, very difficult things, very good things, to go into the mind of a human being, it is very difficult. So learning should be legitimate. Then usually we learn for existence. The first and foremost thing is we learn for existence. So we study, we do our undergraduate, we do our postgraduate, we do our PhD, or we get a job, we learn something from the job, or we do additional learning. All these things to cater the need of our livelihood. So learning for existence is mandatory. It is statutory. We need learning for our existence. But learning for existence may not sometimes give us what you call, I don't know whether we call it a pleasure. Learning for existence may not give us a pleasure. We will learn out of fun. Sometimes we are learning for fun, ultimately will lead us to serious learning, by which what we have started learning as a fun will be our profession. There are so many instances where we started informally learning, where we started learning a thing as an entertainment, actually helps us rather than what we have learned for existence. Learning for existence may be sometimes masked because what we have learned for fun. That is because our interest towards that is more. Our passion towards that learning content is more. So the passion towards learning is a primary factor, whatever we learn. That passion should not become fashion. If it is fashion, you just learn it, you get it something, you forget about it. But if it is a passion, you extend your learning domain. You extend your learning practices. You extend your learning avenues. You extend your learning sources. You get more and more inputs from more and more sources, by which your learning potential increases. Once your learning potential increases, your experience on that particular topic or the subject on which you are learning, it will help you a lot. So these are the elements of learning. Then what is experience? There are two types of experiences. One is experience you get from the experience of others, sharing the experience. Our seniors, our ancestors, what you call our professors, our teachers, our mentors, our advisors, our guides, they have a lot of experience. Those experience will come to the rescue of us when we come across a problem. So that is, you are sharing the experience from the learned. So learn from the learned. Learning from the learned is one type of experience. That is what Alumni Association is doing. I congratulate the team. Raji started, Mahadevan sir is taking it to a sky high, by which all of the people who are involved, not only alumni members, the best veterans in the field, Bhishmacharya like Baleshwar Palakkad sir, Bhaskaran sir, Babulanandra sir, Amarnath sir has given. So it goes like that. So they are being taken, and we should be congratulating alumni for having brought these people in a common arena. Suppose this COVID is not there, interacting of this alumni this much, I don't think it may be possible. How many people would have interacted now by this time, by the interaction with these veterans, with these experienced persons, for the short span of time, even though it is 1 or 1.5 hours, like that several days they have done, and it is a common platform where our old students can interact and gain experience from all these Bhishmacharyas. That is one thing to be congratulated. Another experience is our self-experience. Our self-experience does always need not be the best experience. The experience may be bitter, the experience may be better, or the experience may be pleasant, or the experience may be unpleasant. But you learn a lot of things with all these, whether it's an unpleasant experience
or whether it is a pleasant experience, we learn a lot of things. That is why experience, whenever a person asks for a candidate, the person, a firm or a company asks for a candidate, they concentrate, they focus on the experience of the person. The experience of the person counts only because the person has learned not only the book or from the book, but the person who has learned from the book has started practicing it for several years, by which the in and out of the topic has been learned by the person. And that is there in the case of medicine. In the case of medicine, there is a house surgery, 1 year of house surgery. In the case of advocate, the lawyers, there is 1 year or 2 years or 3 years of juniorship. A senior advocate will train or groom the junior advocates. A junior lawyer there should be a junior advocate, or advocates have to join as juniors to senior advocates. Unfortunately, that system is not there in engineering. In the engineering, once you complete 4 years, directly you get a job and you yourself become the senior. A fresh graduate becomes, without any training after the classroom lecture, even though you say project work is there, seminar is there, mini project is there, unfortunately, all these things are now being outsourced. Most of the project works are unfortunately outsourced. And they do the project, and unfortunately, the students come and submit that. That is not helping them. That is only learning for existence. They want to get a BTech degree for which a project has to be submitted, a seminar has to be submitted, so they do. They come to the crux of the problem. They start burning their fingers only when they actually go into the problem. One of our students, old students, called me today and told that the passed out students are coming, and when I ask the fundamental questions in the interview, they are not in a position to answer. The students, this is not a criticism, this is a self-evaluation, a self-analysis which you have to do. A 4-year undergraduate BTech student directly enters the field of engineering without having anything analogous to house surgery or junior lawyership. There is no apprenticeship for an engineer. So learning after learning can be 3.5 years, or learning can be 3 years in the college. 1 year, the engineer has to work with some learned, experienced engineer on the field in which the engineer is going to work. That will definitely give a lot of knowledge to the engineer trainee, which will enable him or her once he or she starts practicing that engineering further. So that is missing. That is a gap area. Somebody has to address to that. This gap area in engineering is directly the engineering graduates are free to practice without any intermittent advice or guidance or real practice, real-time field experiences. Real-time field experiences after acquiring the degree or before acquiring the degree shall be incorporated in the curriculum. That will help, by which they will get a hands-on experience. And unfortunately, the importance of laboratory is being, a professional education, importance of laboratory is being reduced in the curriculum. Evaluation in the laboratory is minimized. The laboratory is being given a secondary importance. In a professional education, laboratories plays a very important role. As I remember, honestly, our J.L. Panjikaran sir, Louis Panjikaran sir, who has written in the soil mechanics lab that laboratories are temples of a scientist. This is the word in geotechnical soil lab. You can see Panjikaran sir has written laboratories are temples of a scientist. It is literally true. We learn a lot of things. Whatever you study in the class, whatever you study in the classroom, you actually see what is happening. By going to the laboratory, you get a lot of confidence. Even if you see triaxial shear test, even if you do direct shear test, if you do Coulomb's equation, all these things
Once you go verbally, you go to the lab and start doing the concerned experiment. All these parameters are coming to our mind, and the passive learning without our knowledge goes to the domain of active learning. Only in laboratory exercises, only in experiments, the active learning part is more. In classrooms, the passive learning part is more. Students cannot be concentrating more than 40 minutes, 25 to 30 minutes. Even though there is a 1 hour class, students cannot more than 30 to 35 minutes concentrate on the subject. So the 25 minutes, the teacher may have to take them to the laboratory. Show them what he has taught them during the 35 minutes of time. During the 35 minutes of time, what is taught, if a 25 minutes of time is taken to what is taught, this synchronization, this connecting, this joining of the theory and practice, then take him to the field. For all engineering nowadays, you have a lot of prototypes, and the prototypes can be visited. And I don't know why people are hesitating. Even our students, I am not blaming anybody, our own students who have some construction related, a civil engineering student, some small bathroom work or a small room work in their own house. Suppose the mason, carpenter or somebody comes, they are hesitant of going there and to see what is happening in their own house. An electrical engineer fears to put the fuse. Nowadays you don't have a fuse. Our electrical engineer is hesitant to see whether the MCB has gone down. So that fear should go from us. So that fear has to be converted to concern. So one learning hurdle is the fear. As I have told you, the learning element, one learning hurdle is the fear. You usually fear, oh, whether I am not competent of doing it. I cannot do it. I cannot do it. So the moment you come that fear, then learning process will be very difficult. For those who are dropping out of any stream, those who are not faring well, are only because they start fearing before start learning. So fear has to be overcome. And proper teacher, a counselor can do that. If a teacher is motivating, if a teacher is inspiring, if the teacher is friendly, if the teacher is lovable, definitely the student can overcome the fear at the earliest. Once the fear is converted to concern, concern is totally different from fear. A doctor who is going to do a surgery shall not fear. Then he cannot do the surgery. At the same time, he should be concerned. I should be very cautious. He should be serious. He should be focused. So instead of fear, you nullify the fear, you start concentrating, you have the concern, then you focus on the target, you start learning more. Then the container shall be there. Definitely the container shall be there. But the content is more important. For all the cases, the content is more important than the container. Unfortunately, in most of the cases, the container is projected more than the content. Content comes in the next layer and container masks the content. That may tell upon the prospects of the content. If you want to project the content, if you want to utilize the content has to be given more importance than the container. This is an area where there will be contradiction, conflicts. Some may say container is more important. Some may say content is more important. I am just telling my view. The other may be correct, but always the content, how far you can do the work, how can you perform the task is more than what you have as your qualification. Your qualification definitely is good. I don't say qualification as a container. Please don't mistake like that. Qualification is not the container, but qualification alone will not help us. If you are not, the proof of the pudding is eating. We should deliver the good for which the content is more important. So container definitely is important, but it is subsequent to the content. So this is possible only if you have lot of experience. The term expert, you have a term expert. I think that is nothing but the experience, E-X-P-E-R-T, expert. Experience, enriched talent. An expert is a person who has lot of experience which has enriched his talent. So an expert is nothing but
an experienced, enriched talent. We can say like that. That expertise a person gets only through consistent exercise, experiments, investigations, research, development. So how can we define experience? Experience is nothing but an outcome. Outcome of what? Experience is nothing but an outcome. Outcome of what? Outcome of some information, some knowledge, some skill, some talent in a very sustainable effort. Through a very sustainable effort, when a person gains knowledge, information, skill and talent, that holistic development happening in a person is said to be that person is highly experienced. Since we have that much highly experienced persons among us, they are delivering the good, and those who are receiving those goods, as Babu Rajendran sir has once pointed out, that it is nothing but an exchange of baton. That is literally true in the case of knowledge sharing. Those who have more knowledge should not keep the knowledge themselves. They have to start sharing with those who need that knowledge. Balakrishna Panikkar sir, Soma sir, PGB sir, Babu Rajendran sir, and all are doing that task. They can keep quiet, but they don't do it. Even at this age, they come and encourage us, and they share their experience. And fellow alumni, our very senior and senior alumni, they will be having lot of experiences, and all of them should have to come forward. And they should go on addressing all alumni, by which their experience, once it is shared, you get a bunch of experience, and that experience will be with the hands of so many people, by which the overall development of the engineering scenario will be more. I think I have taken more than 20 minutes. My time is 20 minutes. How much is that now? Now it is 7:40, sir. Now it is 7:40. Now it is 7:40, sir. So I should have started. I should stop it then. Okay. and if contents are over, means interaction, we can start. Or, Yes. No. Because, I have taken it only. I have taken it only as an exercise to be in front of you and tell something. I don't know whether I have delivered the good. Coming to the point. Anyway, now it is 7:40. I should stop. Thank you very much. Hello. What do you say? ഞാൻ ലേറ്റ് ആയതുകൊണ്ട് സാറിന് 5 മിനിറ്റും കൂടി പറയണോ? എന്താ വേണ്ടേ? എല്ലാവരും കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. നീക്കൊക്കെ ടൈം എല്ലാം ഫിക്സ് ചെയ്ത് എല്ലാവരും ഇരിക്കല്ലേ? നമ്മളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞേ ഉള്ളൂ. It is only a random thought coming into mind. I don't plan anything. I planned that I should address you in the computer. Now ultimately it came in that I should hold the mobile phone and tell something. That is what is decided today. So it is happening. So Siddharth, adalle sheri. sure, sir. Sure. So thank you very much. Thank you very much, all of you, for having given me an opportunity to address you all. God bless you all. Then one more thing I will tell. Before stopping, I will tell one more thing. One more student called me electrical engineering, Sri Raghuram, C.V. Raghuram, who is an old student of my father. Actually, I think that is a blessing I got from my father, because he is an old student who studied in Kumarapuram, Kalpati, and my father has inspired him, and he says he has lot of praise about my father, and he has wished this function a success, and I should thank Raghuram also. And I remember my father and Sri R. Krishnan. Because of him, I got all privileges in NSS College of Engineering, because all of them know Krishna Iyer, and Krishna Iyer's son Prasad got all privileges from all the teachers. Only reason, and all my children, my brother's children, my sister's children, my children, all of them have studied in NSS College of Engineering, and all the departments, starting with mechanical department. Mechanical department means the first day I was there in the mechanical 209. One day I studied mechanical. I have not studied mechanical engineering, but I sat in the back bench of the mechanical engineering class 209. Then the superintendent sir came, Balakrishna sir.
he came and asked me to sit in the civil engineering because father has told him that this man cannot do the lathe work, and that he was correct also. Planing and lathing he cannot do. You put him in some light engineering. Then he kept me in civil engineering. Then unfortunately for the civil engineering students, I came to civil engineering. Fortunately, mechanical engineering students escaped. Then civil engineering I continued. So civil and mechanical I have connection. Electrical, my brother's daughter. Electronics, my brother's son and my daughter. Instrumentation and control, Subramaniaprasad. At that time, the computer science has not come. Now computer science has come. I don't know whether some of our, now daughter's son is there now. He has come out of the MRI yesterday. Even though the baby has born in on the previous Friday. The baby had some breathing difficulty, and the baby was in the ventilator for 7 days. Then after the ventilator, they had taken the MRI scan. By all your blessing and prayers, baby is now safe. That is what doctors say. So we don't know whether the baby is interested, we can put him in computer science. So that all the branches in NSS College of Engineering has given us a position. And I should thank all the faculty, all the fellow beings, all the management and the directorate, government for given our family that much support from NSS College of Engineering. And I thank all the teachers who have helped our children and myself. Thank you very much. God bless. Yes. Next is interaction by panel members. I invite Principal Dr. P.R. Suresh sir to this event. Sir, good evening. Good evening to all. നമ്മള് സുബ്രഹ്മണ്യപ്രസാദ് സാറിനെ പറ്റി പറയുമ്പോൾ തന്നെ ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. സാറിന്റെ ഒരു തോട്ട്സ് എല്ലാവരിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നാണ്. എസ്പെഷ്യലി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ട് സാറ് FDP-കളിലും ഒക്കെ ക്ലാസ് എടുത്തിട്ടുള്ളത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാറും RPR സാർ, തൃശ്ശൂരത്തെ RPR സാറുമാണ്. അവർ രണ്ടുപേരും അതിലൊരു മാസ്റ്റേഴ്സ് എന്ന് ഞാൻ പറയും. അപ്പൊ സാറിന്റെ അഡ്വൈസസ് ഒക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. സാറിന്റെ അത്രയും പറ്റിയില്ലെങ്കിലും ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ സാർ ഹലോ സാർ കേട്ടോ? സുബ്രഹ്മണ്യപ്രസാദ് സാറിന്റെ കണക്ഷൻ പോയെന്ന് കേക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട്. പ്ലീസ് കണ്ടിന്യൂ. സാറിന്റെ ഒരു അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഐഡിയ ഷെയറിംഗ് ഒക്കെ എനിക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അത്രയൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ അതേപോലെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ സാർ ഈ സെഷന് വളരെ നന്ദി. ഇനിയും കോളേജിനും ഒക്കെ സാറിന്റെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവും. താങ്ക് യു. സാർ കേൾക്കാം? സുബ്രഹ്മണ്യപ്രസാദ് സാർ കേൾക്കാം? കേൾക്കാം സാർ. കേൾക്കാം. ഹലോ കേൾക്കാം. ക്ലിയർ ആണ്, കേൾക്കാം. സാറിനോട് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. സാർ വന്നു. നെറ്റിന്റെ പ്രശ്നം തോന്നുന്നു, അവിടെ സൗണ്ട് കട്ടാവുന്നുണ്ട്. സാർ വേണമെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യാം സാറേ. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ കേൾക്കാം. Can you tolerate me for some time? Can you hear me? Yes. കേൾക്കാം. നെറ്റ് ഇഷ്യൂ ഉണ്ടോ സാറേ? സുബ്രഹ്മണ്യപ്രസാദ് സാറേ കേൾക്കാമോ? മെഡിക്കൽ സാറിന് കേൾക്കാം. അത് കേൾക്കാം. Can I say something? സാറേ കേൾക്കാവോ? സാർ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവോ? നെറ്റ് ഇഷ്യൂ ആവും, മൊബൈലിന്റെ നെറ്റ് ആവാം.
Hello. സാർ അത് ഫോൺ ചെയ്ത് പറയായിരുന്നു. ഫോൺ ചെയ്ത കട്ടാവില്ലോ എന്ന് വെച്ചിട്ടാ സാറേ. ആ ഫോൺ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം സാറിന്. ഞാൻ ഒന്ന് വിളിച്ചു. കട്ടായിട്ടുണ്ട്. സാറ് കട്ടായിട്ടുണ്ട്. ഇത് ജേക്കബ് സാർ അല്ലേ, കടമ്പനാട്? യെസ്. ഞാൻ ബാബു തോമസ്. നന്ദിവേട അറിയാം. അത് തന്നെ. കേൾക്കാമോ? യെസ്. സുബ്രഹ്മണ്യ സാർ വരാൻ വേണ്ടി കാത്തിരിക്കുക. സാർ ജോയിൻ ചെയ്താൽ തുടങ്ങാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നോ പ്രോബ്ലം. സാർ ജേക്കബ് സാർ പാലക്കാട് തന്നെ സെറ്റ് ചെയ്തോ സാർ? ഈ വർഷം കൂടെ ഷിഫ്റ്റ് ചെയ്യും പ്രധാനത്തിൽ. ഓക്കെ. സിദ്ധാർത്ഥ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? സാറ് പക്ഷേ ഞാൻ മഹദംപിള്ള സാർ കൂടി കേറാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട്. ഓക്കെ. Next session. Next is actually I'm inviting Dr. P.R. Subramaniaprasad sir, President Alumni Association, for interaction. Subramaniaprasad sir, ക്ഷണിക്കുന്നു. Thank you, Professor Siddharth. I think CK sir has not joined back, so it may not be an interaction. In that case, it will be one-sided. I hope that he will join back soon. നമുക്ക് വെയിറ്റ് ചെയ്യാം സർ. He may be trying to join back. Yes, come back now. Okay. Hello. Yes, sir. Yes, sir. Sir, we can hear you. What was the problem? Yes, sir. We can hear you, sir, right Yes. now. You are not heard, so I have been given the turn to address for some few minutes. And Yes. first of all, on behalf of the Alumni Association, in which you are also a very strong part, I am very much thankful to you, sir, for addressing our alumni. We have got our respected teachers here, my colleagues, my fellow classmates, my juniors, my students. It's a good gathering which is spread over here. And I would like to quote an incident. Alumni Facebook of the NSS College of Engineering. Some member posted a query, who is the teacher you like the most? I was closely watching, and at the end I counted who was quoted as the most loved teacher by students, and that was Professor C.K. Subramaniaprasad. Thank you, sir, for that love and opportunity. Your goodwill, your blessings. So I think, all right. Prayer. Pardon, sir. So his sound is breaking. I think again connectivity problem is there. But this has opened my eye because I've been his student. He joined NSS College of Engineering when I was a student. I think by the my first year end, he joined. Can you hear me, sir? Sir, can you hear me? Yes. Hello. Can you hear me, sir? Yes, I can. Okay. Hello. Yes, sir. We can hear you. Sir, പറഞ്ഞോളൂ. So, okay. When I was in the first year end,
Prasad sir joined the college and he accompanied us to the tour in the third semester. So even from then onwards, all the students in my class were so close to him. And What he is knows the the name of problem with my each phone? and every one of them. That is why. Yes, sir, we can hear you, The sir. network. We are hearing you, sir. റേഞ്ച് കുറച്ച് കുറവുണ്ട് No സാറേ problem. അവിടെ. സുബ്രഹ്മണ്യ സാർ അത്രേ ഉള്ളൂ, ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. But we can hear you. And maybe because of that attachment, I'm seeing Prasad in this group. And Prasad was also very close to Subramaniaprasad sir. And not only that, in the 3 years that followed, he was a teacher. Yes, sir, we can hear you, sir. Yes, okay. I think he's hearing. I'm not sure. Can you hear me, sir? I am hearing. Sir, mute. Okay. Then I'll proceed, sir. So when I joined the college in '83 as a faculty member, he was a very, very cordial senior faculty until I went on deputation in 2005 for almost a long span of time, nearly 83 to 2005 period, nearly 22 to 23 years. I had the privilege of being his colleague. And I have seen that whoever was there in the department or elsewhere in the college, he was having a relation irrespective of their designation or position. The equanimity which he was keeping to everyone, and many times I was struck to see even he calling the lower grade employees also sir, and I found that they cherished it a lot, being called by the only person in the college like that. So it shows his humility and his tradition. I think he has kept the tradition of his father in the concept of humility. And I also seen that his nephews and nieces and children who have studied in the college did follow his footpath. I'm not extending much. Even at this age, I know he is very active. I have taken his addressing our teachers and many of the engineering college teachers in faculty development programs. And every time he comes up with new terms, new ideas, and new visions. Maybe it may not match to the routine things, but it is something which provokes creativity and something which provokes thinking habits in us. And everywhere I have been so proud to say that I was a student. I still keep it, sir. Wherever possible, I say, I'm your student. And that is the greatest tribute I can give to my teacher. Thank you very much, sir. Thank you. Now I invite Dr. Jacob P. George, retired professor, Mechanical Engineering Department, to talk few words. Okay. Good evening to dear Principal Dr. BRS sir, respected Principal Dr. Balashwarikar sir, VGB sir, and other distinguished personalities who are sitting here, and many of our former students, and all the alumni executives and all the alumni of the. So first of all, let me appreciate Dr. Subramaniaprasad, our officer, the narration regarding that of how the learning through experience. He has explained the various aspects and the other philosophical ideas regarding that of our teaching and learning through experience. I may say that one from my experience, what I learned from regarding that of our Dr. CBSP as a role model. മറ്റേ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കൊളീഗായിരുന്നു. ശേഷവും റിട്ടയർ ചെയ്തതിനു ശേഷം പോലും ഞങ്ങൾക്ക് ഒരുമിച്ച് റിട്ടയർ ചെയ്തതിനു ശേഷവും ഞങ്ങൾ ഒരുമിച്ച് HOD-മാരായിട്ട് ഇരിക്കാനായിട്ട് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ റോൾ മോഡൽ എന്നുള്ള നിലയിൽ സാർ ഒരു വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു തന്നെ പറയാൻ പറ്റും. അത്രമാത്രം ആ ഒരു കുട്ടികളുമായിട്ടുള്ള സാറിന്റെ ഇന്ററാക്ഷൻ, ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ് ഒക്കെ സാർ ഷെയർ ചെയ്യുന്നതും, so how much lovable and kindness towards his character towards the students. അതൊക്കെ എനിക്ക് ഈവൻ കോളേജിൽ റിട്ടയർ ചെയ്തതുപോലെ ഞങ്ങൾ
പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല സാറിന്റെ അതൊരു വലിയൊരു ഒരു റിമാർക്കബിൾ പോയിന്റ്. ഞാൻ സാറിന്റെ ഭവനത്തിലെ പല പ്രാവശ്യം ഹിസ് ഹൗസ്, സാറിന്റെ ആ സ്വന്തം പിതാവിനെ സാറിനോടുള്ള ആ വലിയ ആ കാരുണ്യം, എങ്ങനെയാണ് സാറ് തന്റെ പിതാവിനെ എത്രമാത്രം കരുതലോടെ സൂക്ഷിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ആയതുണ്ട്. ഇന്നത്തെ തലമുറയ്ക്കൊക്കെ നോട്ട് ഓൺലി ആസ് എ ടീച്ചർ, ആസ് ഒരു നല്ലൊരു മകൻ എന്നുള്ള നിലയിൽ തന്റെ പിതാവിനെ സാറ് സൂക്ഷിച്ച് നോക്കിയതും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതുപോലെ തന്നെ സാറിന്റെ ആ സിൻസിയറിറ്റി, ഇവർ കോളേജിൽ 4 മണിക്ക് ശേഷം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള 4 മണി കഴിഞ്ഞ ശേഷവും സാറ് ക്ലാസ്സുകൾ എടുക്കുന്നത്, സാറ് ഏകദേശം എനിക്ക് തോന്നുന്നത് വീട്ടിൽ ഏകദേശം ഒരു 7-8 മണിയായപ്പോൾ വീട്ടിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുവരെയും സാറ് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, മറ്റെന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ അത്രമാത്രം സിൻസിയറായിട്ടാണ് സാർ ചെയ്തിട്ടുള്ളത്. എനിക്കത് പല കാര്യമുണ്ട്. ഇവന് ജവഹർലാലിൽ ഇരിക്കുമ്പോൾ അവിടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു കോളേജ് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു മെയിൻ സ്ട്രീമായിട്ട് വർക്ക് ചെയ്ത ഡോക്ടർ. So I must say that what a real role model, not only as a teacher, as a friend, he was a very good man of living. ഈ അവസരത്തിൽ I may appreciate Dr. Subramaniaprasad sir, and may God bless him as a good friend of me. അതുപോലെ തന്നെ എനിക്ക് ഈ അവസരം തന്നതിനായിട്ട് ഞാൻ എല്ലാവർക്കുമുള്ള സ്നേഹം ഞാൻ ഈ അവസരം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുസ്ലിംമാരോടുള്ള സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് വാക്കുകൾ. താങ്ക് യു. Thank you, Jacob sir. Thank you very much for your nice words. Please bless all the children. Thank you very much. God bless. Thank you, sir. Thank you. Thank you, Jacob sir. And now I invite Engineer Mini B. She is 1985 batch of alumnus of our college. Now presently she is a Deputy General Manager, NLC India Limited, Neyveli. So she is with us now. I invite her to talk Thank you, few sir. words. Thank you, sir. Respected Principal, respected Balakrishna Panikar sir, Bhaskar Panikar sir, Murad sir, Mahadevan Pilla sir, and എൻ്റെ എല്ലാ ഗുരുക്കന്മാർ, എൻ്റെ ക്ലാസ്മേറ്റ്സ് കുറച്ച് പേരുണ്ട് ഇവിടെ, ഗണേശൻ, ബാബു, സരള, അവരെല്ലാം, എല്ലാവർക്കും, പിന്നെ അതർ ഫെലോ എഞ്ചിനീയേഴ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സത്യം പറഞ്ഞാല് ഉമ എന്നെ വിളിച്ചു ചോദിച്ചു, മിനി ഇങ്ങനെ CK സാറ് എടുക്കുന്നുണ്ട്, അത് മിനിക്ക് പറയാമോന്ന് ചോദിച്ചു. ഒരു നിമിഷം റിയലി ഐ വാസ് ഷോക്ക്ഡ്, എന്താ എന്നെ വിളിച്ച കാര്യം എന്ന്. അതിലെ മിനിയാണ് സാറിന്റെ സ്റ്റുഡന്റും, സാറിന്റെ കൂടെ കുറച്ച് നാള് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ സാറിന്റെ കൂടെ ഒരു ജസ്റ്റ് ഞാൻ 86 to 87 കുറച്ച് നാള് ഒരു ലീവ് വേക്കൻസിൽ 1 year ഞാൻ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ കോളേജ്. ഞാനിപ്പോ സാറിനോടുള്ള അസോസിയേഷൻ പറയുകയാണെങ്കിൽ ആസ് എ സ്റ്റുഡന്റ് 80 ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ സയൻസ്, മറ്റ് അതർ സബ്ജക്ട്സ്, നോട്ട് അപ്ലൈഡ് മെക്കാനിക്സും ഡ്രോയിങ്ങും മാത്രമാണ് എഞ്ചിനീയറിംഗ് സബ്ജക്ട് ഉണ്ടായിരുന്നതെന്നാണ്. എഞ്ചിനീയറിംഗ് സബ്ജക്ട് മെക്കാനിക്കൽ എല്ലാം ഉണ്ട്. അടുത്ത സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട് പോകുന്നത് നമുക്ക് 3rd സെമിസ്റ്ററിലാണ്. 3rd സെമിസ്റ്ററിൽ സാറ് ഞങ്ങളെ ബിൽഡിംഗ് ടെക്നോളജി ആണ് പഠിപ്പിച്ചത്. സാറ് ബിൽഡിംഗ് ടെക്നോളജി സാറാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് സാറ് ഞങ്ങൾക്ക് കുറെ ബുക്സ് ഒക്കെ എടുത്തുകൊണ്ട് സാർ ക്ലിയർ നോട്ട്സ് തരുമായിരുന്നു. സോ ആ നോട്ട്സ് വെച്ചിട്ടാണ്, ആസ് ഇഫ് ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരും ചോദിച്ചാൽ ആ നോട്ട്സ് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത്. സാറിന്റെ ക്ലാസ് എല്ലാവർക്കും അറിയുന്ന പോലെ ഇറ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്, ആൻഡ് ഹി വിൽ ടേക്ക് സോ മച്ച് സിൻസിയറിറ്റി ഇൻ ടീച്ചിങ് us and making us to understand things. That is very clear. That is very very, it is known to everybody. പിന്നെ ഇവിടെ മാധവൻ പിള്ള സാറിന്റെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെയും ടൂറിലൊക്കെ വന്നിരുന്ന സാറായിരുന്നു. ഞങ്ങളുടെ 3rd സെമിസ്റ്ററിലെ ടൂറിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാറ്. പിന്നെ ഞങ്ങളുടെ ബാച്ചിന് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒരു സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാറിന്റെ കല്യാണം കോയമ്പത്തൂരായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് കോളേജിൽ നിന്ന് പോയി അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു ഞങ്ങളുടെ കോളേജ് ലൈഫില് ഒരു മാസ്റ്ററുടെ കല്യാണത്തിന് ഫസ്റ്റ് ടൈം പോവുക ഒരു ഡിഫറെന്റ്, ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ബ്രാഹ്മിൻ മാരേജ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ടത് ആ സാറിന്റെ കല്യാണമാണ്. തിരിച്ച് ഞങ്ങൾക്ക് ലഡുവും വലിയ മുറുക്കൊക്കെ തന്നെ ഞങ്ങൾ സാർ അയച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ സാറിന്റെ ക്ലാസ് 3rd സെമിസ്റ്ററിന് ഞങ്ങൾക്ക് ഒരു സാറിനെക്കാളും കൂടുതൽ ശരിക്കും ഞങ്ങൾക്ക് എന്തും സാറിനോട് പറയാൻ പറ്റിയ ഒരു ജ്യേഷ്ഠ സഹോദരനുള്ള മാതിരി എന്ത് കാര്യങ്ങളും പോയി ചോദിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ അത്രയ്ക്ക് ഫ്രീഡം ആയിരുന്നു. സാറിപ്പോ പറഞ്ഞു ലേണിംഗ് വേണമെങ്കിൽ യു ഷുഡ് റിമൂവ് ഫിയർ. ആ ഫിയറിന് വന്ന് സാറ് പറഞ്ഞ ഒരു കാര്യം വന്ന്
teacher should be lovable and lovable എന്ന് പഠിക്കുന്നു. അത് സാറിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹി വാസ് എ വെരി ലവബിൾ മാസ്റ്റർ ടു അസ്. പിന്നെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ സാറ് ഞങ്ങളുടെ 2 സെമിസ്റ്റർ ആ ബിൽഡിംഗ് ടെക്നോളജി കഴിഞ്ഞ ശേഷം സാർ എംടെക്കിന് പോയി. പിന്നെ ഹയർ ക്ലാസ്സസിൽ എനിക്ക് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ 86 അവിടെ ഒരു 1 year വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാറിന്റെ അടുത്ത് കൂടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പോഴും ഞാൻ സാറിന്റെ അടുത്തൊരു സ്റ്റുഡന്റ് ആയിരുന്നു. കാരണം എനിക്ക് വലിയ വിവരമൊന്നുമില്ല. സാറിന്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് സാർ കഴിയുമ്പോൾ സാർ നല്ലോണം ഗൈഡ് ചെയ്യായിരുന്നു. അതൊക്കെ സാർ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും സാർ മാത്രമല്ല ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരും എന്റെ സാറായതുകൊണ്ട് മഹാദേവൻ പിള്ള സാറിനൊക്കെ ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. അങ്ങനെ അങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. അപ്പോഴും എനിക്ക് പിന്നെ ആ സമയത്തൊക്കെ കുറച്ചും കൂടി എനിക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന സാറിന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അത് ശരിക്കും പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയ്ക്ക് നമ്മൾക്കൊരു എനർജി തരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു എനർജി തരുന്ന ഒരു വേ ഓഫ് ലൈഫാണ് സാറിൻ്റെത്. പിന്നെ ഇത് കൂടുതൽ ഞാൻ സാറിനെ പറ്റി എന്ത് പറയാനാണ്, അത്രയ്ക്കും എനിക്ക് ഇപ്പൊ സാറിനോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഐ എം വെരി 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 പ്രൗഡ് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് മൈ എന്താണ് സാറിന് തരാൻ പറ്റുന്ന എന്റെ ട്രിബ്യൂട്ടാണ്. സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, സാറിന്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ സാർ. മുരാരി സാർ, പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഞങ്ങളുടെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ആയിട്ട് ഒരുപാട് അസോസിയേഷൻ അതിനുശേഷം ഉണ്ടായിരുന്നു. അവിടെയുള്ള സ്റ്റുഡൻസ് മോസ്റ്റ്ലി ഒരു എംടെക് സ്റ്റുഡൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ് ഒരു കോഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ശശിധരൻ സാറ് ശുഭ ടീച്ചറിന്റെ സമയത്ത് ദേ യൂസ് ടു കം ടു അവർ നെയ്വേലി for study of thermal power stations and all. So that time still why I am saying this, I have got regular contact with college during that time, because Shiva teacher ഒരു 5 or 6 times our children our students നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ് എല്ലാം കാണാൻ വേണ്ടി വരുമായിരുന്നു. That give that my association with again I cherish that moments with college. മുരാർ സാർ നെയ്വേലിക്ക് വരാന്ന് വേണ്ടി വന്നിട്ടില്ല ഇതുവരെ. മുരേഷ് സാർ അപ്പൊ ഫാമിലി ആയിട്ട് പോയിട്ട് വരൂ. സുബ്രഹ്മണ്യ സാറ് സുബ്രഹ്മണ്യ സാറിന് എന്ന് ഞാൻ ഗണേശൻ 85 ബാച്ചിന്റെ ബാച്ചാണ്. ഞങ്ങൾ എല്ലാവരും അടുത്ത വർഷം റിട്ടയർ ആകും. So we will be very happy to host all of you in Neyveli before we retire. Oh, thank you very much. Please, Mulari sir, Mahadevan Pilla sir, സാറിനെ എനിക്ക് മാപ്പ് ചെയ്തേ വരുന്നുള്ളൂ ആയില്. കാരണം 3 വർഷത്തെ അസോസിയേഷൻ അത്രയും എന്താ പറയാ ഞങ്ങളുടെ സ്ട്രക്ചേഴ്സിന്റെ കൺസൾട്ടന്റ് ആണ് മാപ്പി സാറ്. So and we look at Palakkad sir and PGV sir now. We keep them because എല്ലാവരും നമസ്കാരം. മിനി എപ്പോഴാ സ്പെക്സ് വെക്കാൻ തുടങ്ങിയത്? സ്പെക്സ് 10th സ്റ്റാൻഡേർഡ് മുതൽ സാർ കോളേജിലേക്ക് ഉണ്ട്. എനിക്ക് എന്താ ഒരു പ്രസന്റ് ആയിട്ട് ആ സ്മൈലിംഗ് ഫേസ് രാവിലെ മീൻ വന്നാൽ നമുക്ക് ഒരു മനസ്സിൽ എന്ത് വിഷമുണ്ടെങ്കിലും അത് മാറും. യു പ്ലീസ് കീപ് ഇറ്റ് മെയിൻറ്റെയിൻ ദാറ്റ്. താങ്ക് യു വെരി മച്ച്. നെയ്വേലിക്ക് വരിക, വി ആർ വെയിറ്റിംഗ്. സാർ ബാലകൃഷ്ണൻ പണിക്കർ സാർ, മഹാദേവൻ സാർ വരിക, ഞങ്ങൾക്കുള്ള സമയത്ത് എന്തെങ്കിലും പറ്റുള്ളൂ. യെസ്, ഹാപ്പി നെയ്വേലി. Okay, thank you sir. Thank you principal. Thank you for sir. Again I am telling the Alumni Association giving me this chance, because I never thought that I will attend this meeting like this. Thank you very much. Yes, thank you. Okay. Thank you, Mini Madam. I invite Dr. Rajesh CB, Professor, Physical Education Department of our college, to talk a few words. Please, sir. പ്രിൻസിപ്പാൾ സുരേഷ് സാർ, മുൻ പ്രിൻസിപ്പാൾ ബഹുമാന്യായ ബാലകൃഷ്ണ പണിക്കർ സാർ, മുരാരി സാർ, മഹാദേവൻ പിള്ള സാർ, ജേക്കബ് സാർ, പിന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകര്, അതുപോലെ തന്നെ നേരിട്ട് കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഉള്ളവരും ഇല്ലാത്തവരുമായ NSS പാലക്കാടിന്റെ സ്വന്തം എഞ്ചിനീയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല, ആ ഒരു പീരീഡിൽ അവിടെ ഉണ്ടാവില്ല, പക്ഷെ കുറെ പേര് ഫെമിലിയർ ആണ്. എല്ലാവരും പേര് രാജേഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നു. ഈ ഉമ്മ ടീച്ചർ, മിനി മാഡം പറഞ്ഞ പോലെ തന്നെ ഉമ്മ ടീച്ചർ വിളിച്ചിട്ട്, അതുപോലെ തന്നെ വാസന്തി ടീച്ചറും വിളിച്ചിട്ട് എന്നോട് ആദ്യം ഷെയർ ചെയ്യാൻ CKSP സാറെ പറ്റി രാജേഷ് എന്തെങ്കിലും
ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടായത്. ഞാൻ ആക്ച്വലി അന്ന് ഒരു കോവിഡിന്റെ സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം തലവേദനയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. പക്ഷെ ഒറ്റ വാക്കിൽ തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു, യെസ്. കാരണം CKSP സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ. അത് ആർക്കായാലും CKSP സാറ് ഒരു പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ ഞാനത് എഗ്രി ചെയ്തു. അപ്പൊ ആ മൊമെന്റിന് അങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ആദ്യം അവരോടെല്ലാം നന്ദി പറയുന്നു. CKSP സാറ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യത്വത്തിന്റെ മുഖമുള്ള ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ കാണുന്നത്. റിയലി എന്നെ പോലെ ഒരു ജൂനിയർ സ്റ്റാഫ് ഒരു 2006 ആ കോളേജിലേക്ക് വരുമ്പോ ഇത്രയും വലിയൊരു ക്യാമ്പസ്, ഇത്രയും അധികം കുട്ടികൾ പഠിക്കുന്ന പ്രഗത്ഭരായ അധ്യാപകരുള്ള ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോ അത്രയും ടെൻസ്ഡ് ആയിട്ടായിരിക്കും എത്തുക എന്നുള്ള കാര്യം അറിയാം. ആ സമയത്ത് അവിടെ വളരെ പ്രസന്നവദനായിട്ട് മറ്റുള്ളവരെ, അത് എത്ര ചെറിയ ആളായാലും അയാളെ റെസ്പെക്ട് ചെയ്യാൻ സാറ് കാണിക്കുന്ന ആ ഒരു മര്യാദയാണ്, അത് ആ ഒരു ക്വാളിറ്റിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഞാനത് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യാറ്. കാരണം സാർ എന്നെ ജോയിൻ ചെയ്തപ്പോൾ മുതൽ സാർ റിട്ടയർ ചെയ്യുന്നവരെ വിളിച്ചത് രാജേഷ് സാർ എന്നാണ്. ഞാൻ പല പ്രാവശ്യം സാറിനോട് നേരിട്ട് പേഴ്സണലായിട്ട് കണ്ടുപോകുന്നു, സാർ പ്ലീസ് എന്നെ അങ്ങനെ വിളിക്കരുത്, സാറിനെ പോലുള്ള ഒരാൾ എന്നെ സാറിന് വിളിക്കരുത്, രാജേഷ് എന്ന് വിളിക്കും. ഒരിക്കലും അല്ല സാർ, രാജേഷിനെ ഒരിക്കലും ഞാൻ രാജേഷ് സാറിന് തന്നെ വിളിക്കുള്ളൂ. അത് ഈ കാര്യം ഇനി എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ സാറിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയുന്നു. അത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട്, അതായത് നമ്മളൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് നമ്മളെ സാർ പഠിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഞാനിപ്പോഴും അതിനുശേഷവും മറ്റുള്ള ഏതൊരു ജൂനിയർ സ്റ്റാഫ് ഇപ്പോൾ പുതിയതായിട്ട് കോളേജിൽ വന്നു കഴിഞ്ഞാലും വളരെ ചിലപ്പോൾ ഏജ് കൊണ്ട് ജൂനിയർ ആയിരിക്കാം, സാർ എന്ന് ചേർത്തിട്ട് ഇന്ന് വരെ വിളിച്ചിട്ടുള്ളൂ. അത് എനിക്ക് സാറിൽ നിന്ന് കിട്ടിയ ഒരു ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം. പിന്നെ സാറുമായിട്ട് ഒരുപാട് സ്റ്റുഡന്റ് പ്രശ്നങ്ങളിൽ ഇന്ററാക്ട് ചെയ്യാൻ ഇട വന്നിട്ടുണ്ട്. എന്ത് വിദ്യാർത്ഥി സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ CKSP സാർ ഉടനെ ക്ലാസ് വിട്ട് വന്ന് ആ പ്രശ്നത്തിന്റെ നടുവിലുണ്ടായിരിക്കും. ഞാൻ സ്വാഭാവികമായും അതിലെപ്പോഴും ഇടപെടുന്ന ഒരാള് എന്ന നിലയിൽ സാറ് പലപ്പോഴും ഞാൻ ഒക്കെ എൻ്റെ ആ ഒരു ഏജിന്റെ ഇതുകൊണ്ടായിരിക്കാം, സർ അവനാണ് ആ പ്രശ്നം ചെയ്തത്, അവനെ നമുക്ക് വളരെ ഇതാക്കണം, അവനെ നമുക്ക് സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വലിയ ആവേശത്തോടു കൂടി പറയും. പക്ഷെ അപ്പൊ സാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ശരിയാക്കാം, എല്ലാം ശരിയാക്കാം, രാജേഷ് വരും, നമുക്ക് മീറ്റിംഗിലേക്ക് വരും. മീറ്റിംഗിൽ കയറുന്നതിന് മുന്നേ സാർ വിളിച്ചിട്ട് പറയും, രാജേഷേ അവൻ തെറ്റ് ചെയ്തു, ഞാൻ സമ്മതിച്ചു, അതൊക്കെ ശരിയാ, പക്ഷെ അവനൊരു വിദ്യാർത്ഥിയാണ്, ഈ വിദ്യാർത്ഥികളാണ് നമ്മളുടെ എല്ലാം, ഇവരെ ശരിയാക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലാതെ അവരെ ഇല്ലാതാക്കാനല്ല. എന്നിട്ട് സാർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കുട്ടികളെ രാജേഷെ നമ്മൾ വളയ്ക്കണം, പക്ഷെ ഒടിക്കരുത്. അത് നമ്മളെ ജോലിയല്ല, ഒടിക്കരുത്, നമ്മൾ അവരെ വളയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഒടിക്കും എന്ന് ടെംപ്റ്റ് ചെയ്ത് നമ്മളെ അവരെ ശരിയാക്കി കൊണ്ടുവരണം. അതും ഞാൻ ഇപ്പോൾ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. സാറ് വളരെ എല്ലാ മീറ്റിങ്ങുകളിലും, അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് ക്ലാസിന്റെ മീറ്റിംഗിൽ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന ഒരു സ്ട്രൈക്കില് സാറ് കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ നാളെയും സമരം ചെയ്യുമായിരിക്കാം, ഈ ഒരു ദിവസം ഇതുവരെ ആരും പറയാത്തൊരു കാര്യം, ഈ ഇത്രയും ദിവസത്തെ നിങ്ങൾ സാലറി എടുത്തു, ഈ ടീച്ചേഴ്സിൽ ഒരാൾക്ക് ഒരു ദിവസത്തെ സാലറി മുടങ്ങുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സായി, അത് ഏറ്റവും വലിയ ലോസ് ആയിട്ട് ഞാൻ കാണുന്നു. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എത്ര പൈസയാണ് നഷ്ടപ്പെട്ടത് എന്ന് ആലോചിക്കൂ. നിങ്ങളും ഫീസ് അടച്ച് പഠിക്കുന്നവരല്ലേ, നിങ്ങൾ അടയ്ക്കുന്ന ഫീസിൽ ഗവൺമെന്റിന്റെ മൊത്തം സമൂഹത്തിന് കിട്ടേണ്ട പൈസയിൽ നിന്നും അധ്യാപകരായ ഞങ്ങൾ കൈപ്പറ്റുന്ന പൈസ ഞങ്ങൾ ഇന്നും കൈപ്പറ്റുന്നു ജോലി ചെയ്യാതെ. കാരണം ഞങ്ങൾക്ക് സമരമാണ്, നിങ്ങൾ സമരം ചെയ്തു, ക്ലാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് ഒരു മറുപടിയും സാറിന്റെ ആ കാര്യത്തിന് തിരിച്ചു പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മുരാരി സാർ അടക്കമുള്ളവര് ആ മീറ്റിംഗിൽ അന്ന് ഉണ്ടായിരുന്ന, അതായത് സാറിന്റെ ഓരോരോ ടാക്ടിക്കൽ, അതായത് കുട്ടികളോട് ഇടപെടുന്ന ആ രീതി, അത് വളരെ നമ്മളെല്ലാവരും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടു നടക്കേണ്ട. അതായത് ഒരു ജൂനിയർ മോസ്റ്റ് അധ്യാപകനായ എനിക്കൊക്കെ അത് ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരു അധ്യാപകനായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർന്ന് പോന്നിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നം വന്നാലും അവരെ കൂടെ നിൽക്കും, അവരെ ലാസ്റ്റ് സ്റ്റേജ് വരെ അവരെ പനിഷ് ചെയ്യണം, ഒരു എക്സ്ട്രീം ഒരു എൻഡ് വരെ അവരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ അവർ തന്നെയാണ് നമ്മളുടെ എന്താ പറയാ മുതൽ. ഈ കുട്ടികളാണ് നമ്മളുടെ അസറ്റ്, അവരുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ കോളേജിൽ നമ്മളൊക്കെ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ജനിപ്പിച്ച ഒരു അധ്യാപകനായിട്ട് ഞാൻ CKSP സാറിനെ ഇതാക്കുന്നു. പിന്നെ കരിക്കുലർ ആക്ടിവിറ്റീസിന് പുറമെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ചാർജുള്ള ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ആ ഒരു തലമുറയിൽ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് പറയാം, അതിൽ പ്രത്യേകതയുള്ള ഒരാളാണ് CKSP സാർ. ഒരൊറ്റ സ്പോർട്സ് ഡേ
സാർ റിട്ടയർ ചെയ്യുന്നവരെ മിസ്സായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോളേജിൽ പഠിച്ചവർക്ക് അറിയാം, പാലക്കാടിലെ ചൂടും അറിയാം, ആനുവൽ സ്പോർട്സ് ഡേയും അറിയാം. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ സ്പോർട്സ് ഡേയിലെ കൂടെ ഉണ്ടാവുന്ന ഒരു പറ്റം അധ്യാപകർ ഉണ്ടായിരിക്കും. അതിൽ ഒരു പ്രഥമ സ്ഥാനീയനാണ് നമ്മളുടെ പ്രിയപ്പെട്ട സുബ്രഹ്മണ്യ പ്രസാദ് സാർ. എന്റെ കയ്യിൽ ഇപ്പോഴും ആൽബത്തില് സാറിന്റെ ഒരു ഐഡിയ ക്യാപ്പ് വെച്ചു. കാരണം സാറ് വന്നപ്പോൾ ലേറ്റ് ആയി പോയത് മോർണിംഗ് സെഷനിൽ കുറച്ച് ലേറ്റ് ആയത് തന്നെ എനിക്ക് സാർക്ക് ആ ഫുൾ ക്യാപ്പ് കൊടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ടിൽ ഐ ക്യാപ്പ് മാത്രമാണ് കൊടുക്കാൻ പറ്റിയ, ഐഡിയ എന്ന് എഴുതിയ ആ ക്യാപ്പ് വെച്ച് സാർ ആ വെയിൽ മുഴുവൻ കൊണ്ട് അവിടെ നിൽക്കുന്ന ഫോട്ടോ, അത് ജമ്പിങ് പിറ്റിന്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അപ്പോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ടാവും. ഒരു പ്രാവശ്യം ഒരു ടീം വിൻ ചെയ്തു വന്നത്, അതായത് നമ്മൾ ഫറൂഖ് കോളേജിനെ ബീറ്റ് ചെയ്ത് മെൻ വുമൺ സെക്ഷൻ എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഷട്ടിൽ ബാഡ്മിന്റൺ കിരീടം ബാഗ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുന്ന ദിവസം സാറിനെ ഞാൻ കാണുന്നത് കോളേജിന്റെ ആ ഒരു ഗേറ്റിന്റെ അതിൽ വെച്ചിട്ട് കാറ് നിർത്തി സാർ ഇറങ്ങി വന്ന് അഭിനന്ദിച്ചു. രാജേഷ്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഞാൻ പറഞ്ഞു, സാർ ഞാനല്ല അത് കുട്ടികളാണ് ചെയ്തത്. നമ്മളെ കുട്ടികൾ അത്രയും സ്മാർട്ടാണ്, അത്രയും കഴിവുള്ള കുട്ടികളാണ് നമുക്കെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, അതിന് കാരണഹേതുവായി നീയാണ് ഫെസിലിറ്റേറ്റർ. നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവാർഡ് കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു എന്നെ പോലുള്ള ഒരു അധ്യാപകന്. കാരണം വലിയൊരു നേട്ടം തന്നെയാണ് നമ്മളുടെ കുട്ടികൾ ഉണ്ടാക്കിയതെങ്കിലും അതില് ഒരു കാരണക്കാരൻ എന്ന് പേര് പറഞ്ഞിട്ട് ഒരു അധ്യാപകൻ, അത് CKSP സാറിനെ പോലെ ഒരു അത്രയും സീനിയർ മോസ്റ്റ് അധ്യാപകൻ കാറ് നിർത്തി ഇറങ്ങി വന്ന് അഭിനന്ദിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ പോലുള്ള അധ്യാപകർക്ക് അതൊക്കെ ഒരു അവാർഡ് കിട്ടിയ അതിന് തുല്യമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോ സാറിനെ എനിക്കറിയാം, ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സാറിനെ ആ ഒരു എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ ഉണ്ടാവും എന്നറിയാം. അപ്പോ എന്തായാലും സാർക്ക് ഇനിയും വളരെ എഫിഷ്യന്റായി ആക്റ്റീവായി തന്നെ മുന്നോട്ട് പോട്ടെ. എനർജറ്റിക് ആയ സുബ്രഹ്മണ്യ പ്രസാദ് സാറിന്റെ ഇപ്പോഴും വരാന്തകളിലൂടെ നടക്കുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമുകളിൽ നിന്ന് ഇപ്പൊ കുറച്ചു മുന്നേ ഇന്ററാക്റ്റീവ് സെക്ഷനിൽ കേട്ട ആ ഒരു ഇത്, കാരണം ഞാൻ ക്യാമ്പസിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളായത് കൊണ്ട് എനിക്ക് അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ സാറിന്റെ സെഷനിൽ കേട്ട അതേ ഇത് തന്നെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ആ സൗണ്ട്, ആ ക്ലാസ് എടുക്കുന്ന രീതി. എനിവേ സർ, ഈ അവസരം തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ ഇത്രയും നേരം കേട്ട ബഹുമാനപ്പെട്ട എല്ലാ പ്രിൻസിപ്പാൾമാർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട NSSന്റെ എല്ലാ എഞ്ചിനീയർമാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. രാജേഷ് സാർ നമസ്കാരം. ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി സർ. ഓക്കെ സർ, താങ്ക് യു. കോവിഡ് ഒക്കെ ശരിയായോ? കംപ്ലീറ്റ് ശരിയായി സർ, നെഗറ്റീവായി. സാർ, നിങ്ങളുടെയൊക്കെ ഈ സ്നേഹവും ഇതിന്റെ മുമ്പിൽ എനിക്കിപ്പോ എന്താ ചെയ്യാന്നറിയില്ല. എന്നെ വീണ്ടും NSS ചേർക്കില്ലല്ലോ. പക്ഷെ നിങ്ങളൊക്കെ ക്യാമ്പസിലേക്ക് വരിക, അത് മാത്രം മതി. അപ്പൊ ഞങ്ങളും ഒന്ന് ചാർജ് ആയി പോകും. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും പറയും. താങ്ക് യു. ഓക്കെ സർ, അതാ ബാലകൃഷ്ണൻ സാറ്. 2 minutes. Engineering profession is highly practical oriented. One, your learning process is a process of assimilation. You read from different books or you hear from different teachers and assimilate all the knowledge. This knowledge is to be structurally laid and it has to be processed and computerized and stored in your memory. The process of the experience you get in learning is only, or the maximum value is when you deliver it. A bankman collects the deposit from different persons. They arrange the whole accounts. He should be able to generate something more to give the interest, give back to the depositor with interest. Unless you give something more from your experience, which should be assimilated by a process of reading, interacting with other persons, and seeing so many things. So you have to enrich that. You criticize and by putting yourself in the position of a student or an ordinary student, and ask questions, and you should be able to satisfy him with your answers. Unless you complete that process, you will not be able to fool when you go to the classroom. So
now it is a general trend that no question comes from the students. When you ask clearing any doubt, nobody reacts, because it goes above whatever you say, go above their head only. It doesn't enter even in their ears. But the effectiveness of collecting the information, processing them, generating more by questioning and answering, and if necessary, by writing notes on that. So what are the probable questions and doubts that can arise out of this topic? Where do you apply them? You find out the application, present it with the application. That is the bonus. You give back to the students who aspire something more than what they get from reading books. Your part has no value unless you give something which is not given in any one book. It may be scattered. So the teacher gets more experience in that topic by process of self-learning, self-generating, and the questioning and digesting this process. You digest the subject. Where to apply? Anything, any knowledge which has no application has no value in engineering. So the teacher will be the best person to get experience with, and the experience gets the reaction from the student. You should ask the students to learn something more and have doubt in the open class so that you can answer it satisfactorily. So I congratulate Mr. Subramaniaprasad, who has been the Chittur Krishnayar's son. I know his father, and he is a good student, and he has taken so much effort in analyzing this process of getting experience by learning. Learning nowadays, the major portion of learning is through self-learning. There are books available in many, the same topic has been presented in different ways in different books. So unless you go through all these things, you will get a sum total of the content of the subject, and you will be able to answer all the probable doubts from the students. So congratulating the Subramaniaprasad, and I also thank all the members who gave me 2 minutes for interaction. Thank you. Thank you, sir. Namaskaram, sir. Namaskaram, Anikidekalam, sir. Thank you very much. Thank you, our brother Subramaniaprasad sir and Rajesh sir. So now I invite Engineer Geeta Shyam. She is a 1991 batch alumnus. She is working in Kuwait. So I invite her. Madam, please. Are you there, Geeta, madam? Good evening, all. Good evening, please. Good evening, all. ആദ്യമായി എനിക്കിവിടെ CKC സാറെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഉമാ മാമിനും ബാക്കി എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ അളവറ്റ സ്നേഹം അറിയിക്കുന്നു. എനിക്കിവിടെ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാര് PGB സർ, CKSP സർ, മുരാരി സർ, മഹാദേവൻ പിള്ള സർ, സുഹാസിനി മാം, ഇവരെല്ലാരും ഒന്നിച്ച് ഒരു സ്ക്രീനിൽ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഗീത, 1987-91 സിവിൽ ബാച്ച് ആണ്. CKSP സാറെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ, NSS ഇന്ത്യൻ കോളേജിൽ എനിക്ക് ഏറ്റവും ആദരവും സ്നേഹവും തോന്നിയ ഒരു വ്യക്തിയാണ്. സാറുടെ ക്ലാസ് തന്നെ, സാറ് ഫസ്റ്റ് സെമിസ്റ്റർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും 3rd സെമിസ്റ്റർ ബിൽഡിംഗ് ടെക്നോളജിക്ക് സാർ എടുത്തിരുന്നത്. സാറുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുട്ടികളോടൊക്കെ ഇന്ററാക്ട് ചെയ്ത് ഒരു ഓപ്പൺ ഡിസ്കഷൻ മോഡലിൽ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു സാർക്ക്. അതുമാതിരി സാറ് ഒരു സ്റ്റുഡന്റ് എന്നതിലുപരി എന്താ പറയാ, നമ്മുടെ വീട്ടിലെ ഒരു ആളെ പോലെ നമ്മളെ കെയർ ചെയ്തും മോട്ടിവേറ്റ് ചെയ്തുള്ള ഒരു ലവബിൾ പേഴ്സൺ. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. സാർ എപ്പോഴും പറയുമായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ, നമ്മള് പിന്നെ മാർക്കിന് വേണ്ടിയല്ല, നമ്മൾ സബ്ജക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോ
ഇങ്ങനെ സാറെ പറ്റി 2 വാക്ക് സംസാരിക്കാനും നിങ്ങൾ എല്ലാവരെയും കാണാനും അവസരം തന്നതിന് എല്ലാവരോടും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ സ്പെക്സ് വലിയ സ്പെക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല സർ, സ്പെക്സ് ഒക്കെ പിന്നെ വന്നതാണ്. പിന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാനവിടെ വർക്ക് ചെയ്യണ ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട് സർ. ഞാന് 98-99 ഒരുപാട് സാർ അപ്പൊ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നെ. എന്തായാലും കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരുമ്പോ എല്ലാരും കൂടെ ഒക്കെ വരും. എല്ലാരും ചിറ്റൂർ ഈസ് എ സ്മോൾ വില്ലേജ്. നമുക്ക് ഇവിടെ അഗ്രികൾച്ചർ ലാൻഡ് ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഞാൻ എല്ലാവർക്കും കൂടെ ക്ഷണമാണ് കേട്ടോ. ഓൾ അലുമിനി മെമ്പേഴ്സിനുള്ള ഒരു ഹമ്പിൾ ക്ഷണമായിട്ട് ഇത് സ്വീകരിക്കൂ. ഗീത മുഖേന. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. Thank you, Gidamo. Thank you, Gidamo. And now it's interaction with the audience. Anyone can please raise the hand. So in an order. Okay. Hema madam. Okay. Hema madam, please. Sorry. CKSP sir. Namaskaram. Hema. എന്നെ മനസ്സിലായോ സാറിന്? എന്നെ മനസ്സിലായോ? ഓ, നെല്ലിശ്ശേരി. യെസ് സർ. സർ ആ വീഡിയോ ഒന്ന് ഇടാവോ? ഒന്ന് കാണട്ടെ സാറിനെ. ഞാനത് എന്താ ഈ മൊബൈൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ പറഞ്ഞ് ഇടായിരുന്നാണ്. ഒന്ന് കാണട്ടെ. സാറിനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഭയങ്കര സന്തോഷം. സാറ് വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനും ഒക്കെ ആയിരിക്കും. അതിന്റെ മുഖം എനിക്ക് കാണുന്നില്ലല്ലോ. വളരെ സന്തോഷം. സാറിനെ ഓർക്കുമ്പോ തന്നെ സാറിന്റെ വളരെ സിൻസിയർ ആയിട്ട്, ഞാൻ രാത്രി 12 മണി വരെ പഠിച്ചിട്ടാണ് നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്നത്. പ്ലീസ് എന്റെ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുമെന്ന് സാർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങളോട്. അത്രത്തോളം സിൻസിയർ ആയ ഒരു സാറ്. അതും ഞങ്ങളെയൊക്കെ ടൂറിന് കൊണ്ടുപോയി. അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളായിരുന്നു. സാർ ഇപ്പൊ സർവീസിൽ കോളേജിൽ ഉണ്ടോ? 2011 റിട്ടയർ ചെയ്തു. അതെ അല്ലേ? ഓക്കെ സർ. അപ്പൊ ഞാൻ നെല്ലിശ്ശേരി തന്നെ വീടുണ്ട്. ഇടയ്ക്ക് സാറും അങ്ങോട്ട് ഞാൻ സാറിനെയും എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് നെല്ലിശ്ശേരി ഗ്രാമത്തിലേക്ക്. ഹേമ നമ്മുടെ കൂടെ വർക്ക് ചെയ്തില്ലല്ലോ, ഡിപ്പാർട്ട്മെന്റ് കുറച്ചു നേരം വർക്ക് ചെയ്തല്ലോ അല്ലേ? അതെ 2.5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ PWDയിലേക്ക് പോയി. പിന്നെ തൃപ്പൂണിത്തുറയിൽ ഇപ്പൊ സെറ്റിൽഡ് ആണ്. PWD SC ആയിട്ട് റിട്ടയർ ചെയ്തു. ഓ, വെരി ഗുഡ്. അപ്പൊ എല്ലാരും നന്നായി. ഗോഡ് ബ്ലസ് യു ആൾ. കോവിഡ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ചിറ്റൂർക്കൊക്കെ വരും എല്ലാരും. Thank you, sir. Namaskaram to all my seniors. Thank you. ഡോക്ടർ സുനിൽകുമാർ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം സാറിനെ ക്ഷണിക്കുന്നു. പ്രൊഫസർ ഡോക്ടർ സുനിൽകുമാർ സാർ ഹാൻഡ്സ് റൈസ് ചെയ്താൽ അതിനനുസരിച്ച് ഓർഡറിൽ വിളിക്കാം. പറയേണ്ടവർക്ക് നമ്മുടെ ഹാൻഡ് റൈസിംഗ് സിംബൽ അതുണ്ടല്ലോ, ഒരു റൈസ് ബട്ടൺ ഉണ്ടല്ലോ. നമസ്കാരം. ഞാൻ പറഞ്ഞോട്ടെ? സുനിൽകുമാർ സാർ ഒന്ന് പറയോ? നമസ്കാരം. സാർ നമസ്കാരം. സാറിനെ വിളിക്കാം അതിനുശേഷം. നമസ്കാരം. സുഖമായിരിക്കുന്നു സാർ. സുഖമായിരിക്കുന്നു. സാറും സുനിലിനെ പറ്റി പറഞ്ഞോ? സാറ് പറഞ്ഞതെല്ലാം കേട്ടു. വളരെ സന്തോഷമുണ്ട്. അധ്യാപകരെല്ലാം വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സാറ് പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സമയത്ത് ഞങ്ങളെ ബിൽഡിംഗ് ഒരു സിവിൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ. അതാണ് സാർ ആദ്യം ചെയ്യിക്കുന്നത്. അപ്പൊ ആ വർക്ക്ഷോപ്പില് ശരിക്കും കുറെ സിലബസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് പകരം സാറ് ഞങ്ങളെ ചെയ്യിച്ചത് അവിടെ ഒരു ലാബ് ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്തത്. സാറിപ്പോ ഈ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞങ്ങൾ അതിന്റെ പിന്നെ റാൻഡം റോൾ മാസൻട്രി ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. ഞങ്ങളുടെ ബാച്ചിനെ കൊണ്ട് അടുത്ത ബാച്ചിനെ കൊണ്ട് നിൽക്കുന്ന അതിന്റെ മുകളിലേക്കുള്ള പിന്നെ ബ്രിക്ക് വർക്ക് ഒക്കെ ചെയ്യിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പിന്നെ ഇപ്പം മുരാരി സാറൊക്കെ ആ സമയത്ത് ഇരുന്നിരുന്ന ഒരു പിന്നെ എന്താണ് സ്റ്റാഫ് റൂം അങ്ങനെ ഉണ്ടാക്കിയെടുത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞങ്ങളെ സർവേ പഠിപ്പിച്ച മുരാരി സാറാണ്. അപ്പൊ ആ സമയത്ത് അതിന്റെ പാരലായിട്ട് പിന്നെ CKSP സാർ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചിരുന്നു. ആ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് പ്രാക്ടീസ് വേണം. പിന്നെ എഞ്ചിനീയേഴ്സ് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവുന്നില്ല, ബാക്കിയുള്ള പ്രൊഫഷൻസ് അങ്ങനെയുള്ള സാറ് പറഞ്ഞല്ലോ. വളരെ ശരിയായ കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സാറ് ഞങ്ങളെ ബിൽഡിംഗ് ടെക്നോളജിയാണ് പഠിപ്പിച്ചതിന് ശേഷം S3 ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറ് പഠിപ്പിച്ച കാര്യം. അതിനുശേഷവും സാർ ഞങ്ങളെ മാനേജ്മെന്റ് പഠിപ്പിച്ചിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. അപ്പൊ അതിലൊക്കെ സാറ് ക്ലാസ്സിൽ വരുന്നത് പുസ്തകങ്ങളൊന്നുമില്ല, നേരെ കൈവീശി ക്ലാസ് കൊടുക്കുകയും വരും, നേരെ
ചില സമയത്ത് മേശപ്പുറത്ത് കയറി ഇങ്ങോട്ട് ഇരിക്കും, ചില സമയത്ത് ക്ലാസ്സിൽ കൂടെ കറങ്ങി നടക്കും, അങ്ങ് സംസാരിക്കുകയാണ്. അത് ഒരു ഒരു ആ ഒരു ഭാഷ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ കേട്ടിരിക്കാൻ വലിയ സുഖമുള്ള കാര്യമാണ്. അത് നോളജ് ഉണ്ട്, അതിൽ സ്കില്ലുണ്ട്, അതിൽ ഭാഷയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് സാറിനെ പറ്റി ആ സമയത്ത് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൂറ് ഒന്നും നിന്ന് പോയൊരു സമയമായിരുന്നു. പക്ഷേ സാറ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് പാലക്കാടുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് വേറെ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സാറ് മാത്രമാണ് അങ്ങനെ ഒരു ഉദ്യമത്തിന് തുനിഞ്ഞത്. ഞങ്ങളുടെ ബാച്ചിനെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് പാലക്കാടുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചർ, അവിടെയുള്ള അക്വിഡക്ട്സ്, മറ്റ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എല്ലാം ഞങ്ങൾ അവിടെ കാണിച്ചു. അപ്പൊ ആ കാര്യത്തിൽ പ്രത്യേക സന്തോഷം. അത് അന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുള്ളൂ. അതിനുശേഷം വേറെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ പ്രത്യേകം ഞങ്ങൾ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും കൂടാതെ എന്റെ അവസാനത്തെ ബിടെക് കോഴ്സ് വൈവ സാറാണ് നടത്തിയത്. എനിക്കറിയില്ല, സാറ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സാർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതിനൊക്കെ എന്ത് പറഞ്ഞു എനിക്കറിയില്ല. എന്തായാലും സാറൊന്നും എനിക്ക് നല്ല മാർക്ക് തന്നു എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് 85-90 മാർക്ക് സാർ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. പിന്നെ സാറ് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നമുക്ക് എഞ്ചിനീയേഴ്സിന് വേണ്ടത് നോളജ്, ഇൻഫർമേഷൻ. ഇതാണ് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുന്നത് 4 കൊല്ലം കൊണ്ട്. അത് മാത്രം പോരാ, നമുക്ക് സ്കിൽസ് വേണം. ശരിക്കും ലാബിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയിരുന്നത് വളരെ ശരിയാണ്. ലാബിന്റെ പ്രാധാന്യം ഒരിക്കലും കുറയ്ക്കാൻ സാധിക്കുന്നതല്ല. നമ്മള് ക്ലാസ് റൂമുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ ടെസ്റ്റുകളെ പറ്റി അറിയാൻ നമുക്ക് സാധിക്കുന്നതാണ് ലാബ്. അപ്പൊ അതിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ പാടില്ല. അവിടെ നിന്ന് കിട്ടുന്ന കുറച്ചൊക്കെ ഉള്ള സ്കിൽസ് കിട്ടുന്നുണ്ട്. പിന്നീടുള്ള ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ശരിക്കും ആവശ്യമാണ്. അത് കുറഞ്ഞു പോകുന്നു. ശരിക്കും അത് ആവശ്യമാണ്. അത് ശരിക്കും ഒരു 6 മാസമെങ്കിലും ഒരു സമയം ഈ ഇന്റേൺഷിപ്പ് പോലെ അല്ലെങ്കിൽ ഹൗസ് സർജൻസി പോലെ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അത്യാവശ്യമായിട്ട് ശരിക്കും സിലബസ് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് വാല്യൂസ് കൂടിയാണ്. ഇത് രണ്ടും മാത്രം പോരാ. ശരിക്കും എത്തിക്കൽ കോണ്ടക്ട് വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് വേണമല്ലോ. അപ്പൊ വാല്യൂസ് കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് പ്രത്യേകിച്ച് അത് ഇപ്പൊ AICTE കൊണ്ടുവരുന്നുണ്ട് മാൻഡേറ്ററി ആയിട്ട്. അത് KTU കൂടെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ സിലബസിൽ നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ സാറിനെ പറ്റി പറയാം. ഈ അടുത്ത കാലത്ത് സാറിനെ ആയിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിരുന്നു. അപ്പോ ഒരുപാട് കാര്യങ്ങൾ അക്കാഡമിക് കാര്യങ്ങൾക്ക് സംസാരിച്ചു. പിന്നെ സാറിന്റെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അതിങ്ങനെ എല്ലാം കാണാൻ വേണ്ടി സമയം കുറച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് സാറിന് അഭിപ്രായം പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഓർമ്മകൾ. പിന്നെ ആലപ്പുഴ റോഡിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പൊ സാറെ സന്തോഷം, വളരെ സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയത്തിന്റെ കുറവുകൊണ്ട് തൽക്കാലം ചുരുക്കുകയാണ്. സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും, എല്ലാ അധ്യാപകർക്കും. താങ്ക് യു വെരി മച്ച് സുനിൽകുമാർ. നിങ്ങളെല്ലാം കാണുന്ന ഇതിലൂടെ കിട്ടുന്ന ഒരു ടാഞ്ചിബിൾ ബെനിഫിറ്റ് ആണ്. നമ്മുടെ സ്വത്ത് എന്ന് പറഞ്ഞല്ലോ, സ്റ്റുഡൻസ് അവരൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെ അതെ. വെരി കൈൻഡ് ഓഫ് യു. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ ഭാസ്കർ സാറിനെ വിളിക്കുകയാണ്. PGB സാർ അവിടെ ഉണ്ടോ? ഭാസ്കർ സാർ ഉണ്ടോ? ഓക്കെ. പ്രസാദ്, നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. പ്രസാദ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ. സാറൊക്കെ അല്ലേ സാർ നമ്മളിവിടെ എത്തിച്ചത്? എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ഷോർട്ട് ടേം സ്കൂൾ നടത്തിയില്ലേ, പ്രസാദ് ആണല്ലോ എന്റെ മെയിൻ ആയിട്ടുള്ള എടുത്തത്. ഞാൻ കോർഡിനേറ്റർ ആയിട്ട്. അതെ അതെ സാർ. 87 നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് സ്കൂളായിരുന്നു അത്. Analysis and behavior of system elements in building environment. Analysis and behavior of system elements in building environment. Correct. 87 നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഇതായിരുന്നു. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ആസ് എ ടീച്ചർ, ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ ഫ്രണ്ട്, ആസ് എ സ്റ്റുഡന്റ്, എല്ലാം പ്രസാദ് വാസ് എക്സംപ്ലറി. താങ്ക് യു സാർ. നിങ്ങൾക്ക് നല്ല വേർഡ്സിന് താങ്ക് യു സാർ. എനിക്ക് ഇത്രയും എന്നെ ഇംപ്രസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് വളരെ വളരെ കുറവാണ് കേട്ടോ, സത്യം പറയാ. God bless you. സാർ ഒക്കെ അനുഗ്രഹിക്കണം സാർ, എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്ലീസ് ബ്ലസ് us all. എപ്പോഴും ഉണ്ട് അനുഗ്രഹം. Thank you sir. Thank you sir. Thank you sir. Thank you for the good words. I invite Sun Kumar, Mr. Sun Kumar, can you please? With me? Yes, now, okay. Good evening, everybody.
Actually, I had a privilege of studying in the college for 61 to 68. So there are so many people who were my classmates. So I want to narrate one example where we had a meeting at Calicut when our Balakrishna Panikkar sir came for the meeting. So we were all talking to each other, which batch and all, you know. So I met Balakrishna Panikkar sir and I asked him, which batch are you? So he, next to him, somebody was standing there. He told that boy, you tell him who I am. Then only I realized it was Balakrishna Panikkar sir. So I don't know if it's a compliment or whatever it is. He was looking as if as if he is of my age. See, I am 76 now, but I thought he must be one of my classmates, because since I studied for 6-7 years there. But anyhow, finally I landed up in Air India and retired as executive director there. That's my luck. I mean, it's not my academics, but this is what I want to tell. This for Balakrishna Panikkar sir, a compliment or whichever way it is. I mean, thank you, sir, and thank you very much. Thank you all. Thank you, sir. I invite Mr. Sunil Kumar, please. Not audible, sir. Yes. Announce, sir. സംസാരിച്ചല്ലോ അല്ലേ സിദ്ധാർത്ഥ്? സിദ്ധാർത്ഥ് സാർ ബാബു തോമസ് സാറാണ്. ബാബു തോമസ് സാറാണ് അത്. അല്ല, വേറെ സുനിൽകുമാർ സാർ ഉണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, ആ കൈ പൊക്കുന്നുണ്ട്. സാറ് പറഞ്ഞോളൂ. മൈക്ക് ഓൺ ആവില്ല, മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ബാബു തോമസ്. സാർ ഓരോരുത്തരെ വിളിക്കാം സാർ, എല്ലാവർക്കും തരാം. എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് വിളിക്കാം. Mic was not working. Did you not hear what I said? അപ്പോ സുനിലിന്റെ മൈക്ക് വർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ബാബു തോമസ്. ഓക്കെ, ബാബു സാർ, പ്ലീസ് സാർ. ബാബു തോമസ് സാർ. Okay. I'll. Okay, CK സാർ, നമസ്കാരം. നമസ്കാരം ബാബു തോമസ്. How are you all? Fine sir, fine. അതേപോലെ ഉണ്ട് ബാബു തോമസിന് ഒരു ചേഞ്ചും ഇല്ല. സാറിന്റെ അനുഗ്രഹങ്ങളാണ്. You are as you were. Thank you sir. ചീഫ് എഞ്ചിനീയർ അല്ലേ ഇപ്പോ? അയ്യോ, റിട്ടയർ ചെയ്തു സാറേ, വയസ്സനായി. എപ്പോഴാ റിട്ടയർ ചെയ്തേ? ഞാന് 2019. ഓ, സാറിനെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയട്ടെ സാർ. സാറിനെ സംബന്ധിച്ചോളം ഞങ്ങളെ S3-ലും മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും 2 ടൂറിന് കൂടുതൽ വന്നു. എങ്കിലും എല്ലാ സെമസ്റ്ററിലും എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിച്ച ഒരു പ്രതീതി പോലെയാണ്. സാറിനെ ഞാൻ പലപ്പോഴും ഫോണിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത ഒരു സാറാണ് സുബ്രഹ്മണ്യപ്രസാദ് സാറ്. സാറിനെ ഓർക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ ആ ക്ലാസ്സില് ഒരു ആവറേജിലേക്ക് ഇച്ചിരി താഴെയും പിന്നെ ഇച്ചിരി ഉഴപ്പൊക്കെ ആയി നടക്കുമ്പോൾ നമ്മുടെ കോളേജിലെ ബുദ്ധിമാന്മാരായ സാറന്മാർക്കൊക്കെ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ അവജ്ഞയും പിച്ചൊക്കെ കാണും. പക്ഷേ ആ വിഷമമൊക്കെ മാറി കിട്ടുന്നത് CKSP സാറിനെ പോലും മുരാരി സാറിനെ പോലും ഒക്കെ ഉള്ള ആൾക്കാരും ഞങ്ങളെയൊക്കെ വന്ന് പ്രത്യേകിച്ചെന്ന് അഭിനന്ദിക്കുകയും പ്രത്യേകിച്ചെന്ന് തലയിടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഇച്ചിരി ഊർജ്ജമൊക്കെ ഉണ്ടായി പിന്നെ മറ്റേ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ CKSP സാറിനെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം സുധയായിട്ട് സംസാരിച്ചപ്പോൾ CKSP സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വയസ്സൊക്കെ ആയപ്പോൾ ഇച്ചിരി ഓർമ്മയ്ക്കൊക്കെ കുഴപ്പമുണ്ട് സാറേ. അതുകൊണ്ട് ഞാൻ സുധയോട് പറഞ്ഞു, സുധയെ ഞാൻ മറന്നുപോകും, എന്നെ ഇന്ന് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു. സുധ അതനുസരിച്ച് ഓർമ്മിപ്പിച്ചു. ഞാൻ വന്ന് സംസാരിച്ചു. അപ്പൊ സുധ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബാബു തോമസിന്റെ ഓർമ്മയൊക്കെ പോകുന്നതിന് മുമ്പ് പാലക്കാട് വന്ന് നമുക്ക് CKSP സാറിനെയും മഹാദേവൻ പിള്ള അവിടെയുള്ള സാറുമാരെ എല്ലാം ഞാൻ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ സുധ വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കലണ്ടർ ഇയറിൽ തന്നെ പാലക്കാടുള്ള എല്ലാ പഴയ സാറുമാരും സൂക്ഷിച്ചിരുന്നു. എന്റെ നേതൃത്വത്തിൽ ഒരു ബറ്റാലിയൻ വരുന്നുണ്ട് ഞങ്ങളെയൊക്കെ സ്വീകരിക്കാനും ഞങ്ങളെയൊക്കെ ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. മിനി എന്നെ മുമ്പേ നിങ്ങളെയൊക്കെ ക്ഷണിച്ച പോലെ വെറുതെ എന്നെ ഒന്ന് ക്ഷണിച്ചതാ ഒരു ദിവസം നെയ്വേലിക്ക്. ഒരു ദിവസം രാവിലെ ആയപ്പോ ഞാൻ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് മിനിയുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നു നെയ്വേലി. എന്റെ വീട് വെൽക്കമാന്ന് അറിയാലോ. അതുകൊണ്ട് എല്ലാരെയൊക്കെ കാണാൻ, പ്രത്യേകിച്ച് പിന്നെ മഹാദേവൻ പിള്ള സാറ് പിന്നെ ജേക്കബ് തോമസ് സാറിന്റെ നാട്ടുകാരനാണ്.
അങ്ങനെ പിന്നെ നമ്മുടെ പഴയ PG സാറ്, പണിക്കർ സാറ്, എല്ലാ സാറന്മാരെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഈ വർഷത്തെ നമ്മുടെ പ്രോഗ്രാമിൽ പെടുത്തിയേക്കാണ് പാലക്കാടുള്ള പഴയ സാറന്മാരെയൊക്കെ നേരിൽ പോയി കാണുക. അനുഗ്രഹം വാങ്ങിക്കുകയും അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുക, രണ്ടും. താങ്ക് യു സർ. ഫാമിലി എല്ലാവരും സൗഖ്യമായിട്ടുണ്ടോ? എല്ലാവരും സൗഖ്യമായിട്ടിരിക്കും സർ. അപ്പൊ വരൂ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ ദ നൈസ് വേർഡ്സ് ബാബു. താങ്ക് യു സർ. നമസ്കാരം സർ. ഓക്കെ, താങ്ക് യു. സുനിൽകുമാർ സാർ, മൈക്ക് ശരിയായോ? പറഞ്ഞോ സാർ. ഓഡിബിളല്ല കേട്ടോ സാർ. ആ ഹെഡ്സെറ്റ് എടുത്താൽ ചിലപ്പോൾ ഓഡിബിൾ ആയിരിക്കും. ഹെഡ്സെറ്റ് ഊരിയാ മതി സാറേ. ആ ഹെഡ്സെറ്റ് ഊരിയിട്ടേ. ഹലോ സാർ, പറഞ്ഞോളൂ. സാർ വർക്ക് ചെയ്യുന്നില്ല. സാർ പറഞ്ഞോളൂ, എന്തെങ്കിലും പറയാം. ഇല്ല സാർ, നമുക്ക് കേൾക്കുന്നില്ല. ഞാൻ അടുത്ത ആളിലോട്ട് പോയിട്ട് വരാം. വിജയകുമാർ സാർ ഉണ്ടോ അവിടെ? ഗുഡ് മോർണിംഗ്. ഇവിടെ മിക്ക പാർട്ടിസിപ്പൻസിൻ മാതിരി എൻ്റെ റിലേഷൻഷിപ്പ് സുബ്രഹ്മണ്യ പ്രസാദുമായിട്ട് കൊളീഗോ അല്ല, ഗുരുവോ അല്ല, എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ സുബ്രഹ്മണ്യ പ്രസാദും ഒരേ ബാച്ചിലാണ് പഠിച്ചത്. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സുബ്രഹ്മണ്യ പ്രസാദ് സിവിൽ എഞ്ചിനീയറിംഗ്. അന്ന് രണ്ട് ബാച്ചിൽ പഠിക്കുന്ന രണ്ട് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് തന്നെ, പഠിത്തം കഴിഞ്ഞ ഉടൻ തന്നെ 1977 ബാച്ചാണ് ഞങ്ങൾ രണ്ടുപേരും. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വിദേശത്ത് പോയി, ഗൾഫിൽ പോയി. അത് കഴിഞ്ഞ് 1984 മാരേജ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് ഞാൻ മാരേജ് ചെയ്തത് സുബ്രഹ്മണ്യ പ്രസാദിന്റെ നെയ്ബറിനെയാണ്. അവർ ബോംബെ സെറ്റിലാണെങ്കിലും ചിറ്റൂരില് സുബ്രഹ്മണ്യ പ്രസാദിന്റെ നെയ്ബറായിരുന്നു ആശ, ഡോക്ടർ ആശ. അപ്പൊ അതിനുശേഷമാണ് ഞങ്ങൾ രണ്ടിൽ വളരെയധികം സുഹൃത്തായത്. ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അമേരിക്കയിൽ വന്നു. അതിനുശേഷമാണ് കൂടുതൽ ചിറ്റൂരിൽ പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ കാണുകയും സുബ്രഹ്മണ്യ പ്രസാദിനെ കാണുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് സ്വാദിഷ്ടമായ ഡിന്നർ കഴിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാത്രമല്ല, അദ്ദേഹം സുബ്രഹ്മണ്യ പ്രസാദിന്റെ ഒരുപാട് നീസ്, ഞാനിപ്പോ അമേരിക്കയിലാണ്, നീസ് അമേരിക്കയിലുണ്ട്. അവരുമായിട്ട് നല്ല കോണ്ടാക്ട് വരികയും നാട്ടിൽ പോകുമ്പോഴെല്ലാം സുബ്രഹ്മണ്യ പ്രസാദിനെ കാണാനും ഭാഗ്യമുണ്ട്. ഞാൻ കണ്ടിരിക്കുന്നത് മാത്രമല്ല, ഞാൻ കോളേജിൽ പോവുകയും കോളേജിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിളിന്റെ ബാക്കിൽ എനിക്ക് റൈഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് അന്ന് അവിടെ ഐ വാസ് എ വിസിറ്റർ ഉള്ളി, എനിക്ക് കാറൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ഹി വാസ് വെരി ഹംബിൾ ടു എർത്ത് പേഴ്സൺ. ആസ് എ ഫ്രണ്ട്, ടീച്ചർ, പ്രൊഫസർ എല്ലാമായിട്ടും അതാണ് ആ ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ ഒബ്സർവ് ചെയ്തത്. പിന്നെ നിങ്ങൾ എല്ലാവരുടെയും നിന്നും മനസ്സിലാക്കി അദ്ദേഹം എങ്ങനെയായിരുന്നു കോളേജിൽ നിന്നും ആസ് എ പ്രൊഫസർ, ഗൈഡ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിച്ചു. എനിവേ, ഐ ആം വെരി മച്ച് happy to join this group and hear everybody talking. And വേറൊരു വിശേഷമുണ്ട്. സുബ്രഹ്മണ്യ പ്രസാദിന്റെ ഫാദർ Krishna Iyer was a very, very popular figure in Chittoor and Palakkad. അദ്ദേഹം തന്നെ എൻ്റെ മദർലായുടെ ഗുരുവാണ്, സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പല ബന്ധങ്ങളുണ്ട്. So anyway, wish him all the success in his life and long live. Thank you very much, Vijay Kumar. Hope all are doing well.
Yes, we are all doing well. I'm coming to Chittoor in May next month from America, so I will see you there. Do come, please do come. God bless. Thank you. Thank you, sir. I invite Thank you very much. Dinesh Kumar, sir. Please. Hello, sir. Good evening. My name is Dinesh Kumar. I am 83-87 bachelor student in civil engineering. Sir, I think to become a great teacher, you don't need to teach anybody. I think you need to motivate people. I think that's exactly what you have done over the last few decades. If I go by what my great teachers have spoken, what Mahadevan Pilla sir has spoken, what Balakrishna Panikkar sir has spoken about you, I can make out what kind of a teacher you might have been. But I think I was not blessed that I could sit in your classes. That's it. I think, sir, I want to provoke you by asking a couple of questions. Now, if you look at the present generation of teachers, I think many of them get into the teaching profession not because they like to be great teachers, but they want a job. They're looking for a job. They're not interested in teaching. They're not interested in motivating students. It's just a job for them, just because they have invested so much money for engineering or maybe getting that degree. So they won't earn money, so they are there. And if you again look at the students, exactly what you said, many of them are not interested in actual learning. They are interested in pleasure. And why they are there? Because many of them have been advised by their parents or maybe their peer to get a degree in engineering, because that's the easiest way to get a job. So what is the kind of message you have for these people? I think as a great teacher, I think you have I think you are in the right kind of position to say something about this. That's what I would like to hear from you, sir. Thank you so much. It was a very enlightening talk. Sorry, saying all goody things about a great teacher like you. I don't think that's what you like. I think you like to be provoked, and that's what I want to do. Thank you, sir. Namaskaram, Dinesh. Thank you so much. Provocation, a teacher should not be provoked. That is of your testing. Because usually testing periods are very important for a teacher. Teacher will be always tested. The T stands for testing. So I should not get provoked. But what I want to tell is sometimes in the initial stage, because of frustration, because of inability, because of the money they have spent, invested. Nowadays, engineering education, any education, even LKG, UKG education is costly. So the parents invest that much money, and education has become a business sometimes. They get money from that, and the students who are in that environment, students are asked to pay back in terms of knowledge or pay back in terms of money. This is a question. So when you start entering a profession, whatever way the profession, you should have in mind whether I should pay back the knowledge or whether I should get back the money. So getting back the money is definitely a thing which has to be done, but that should not ferment at the top of a person priority. I will pay back. I will pay the knowledge which I gained. If it is insufficient, I will update that knowledge and impart those knowledge to the students. Then after that, I will elevate myself, by which I will get the money which I have invested back. So a teacher may enter the job with an intention to get a job. That is for the existence. He or she gets a job for existence. But up to that you can justify. Somehow, some means, whether it is a correct mean or we don't come to that domain. A teacher enters the college, the first step, when the teacher signs the attendance register for the first time, my mission now is, I may not be competent enough to take any class to the student, but I am now appointed as a teacher. But at the earliest, I will start learning and I will deliver the good to the student as early as possible, by which whatever limitation I had during my studentship, I will try to compensate at the earliest and do that. Suppose this mentality a teacher develops, when a teacher is, as you are told, comes with some interest, his interest will go from the domain of just getting a job to impart knowledge. So a teacher can a learner, and a definition of a teacher is nothing but teacher is an ever learning student. A teacher, he goes on learning. He has to learn the latest.
Only if a teacher learns the latest, there will be benefits for the student. So students will be benefited and students have to be comfortable. Even though a teacher in his initial stages may not be in a position to deliver the knowledge, the teacher will have other skills, other personal skills, soft skills, other vocabulary skills. Sometimes a teacher may be very much, for example, English language itself. A teacher may be proficient. He may not be that much proficient in engineering. So that potential, the strength of the teacher, the weakness of the teacher, let it be there. But anybody, any human being created by God will have a strength element in him or her. So we should tap our strength element, and that strength element has to be utilized for our student wealth. Once the teacher starts doing that, subsequently the teacher can develop the knowledge by getting himself acquainted with the learned teachers, peer teachers, and the teacher should not have any hesitation to discuss with the learned teachers. He should not have an inhibition. Suppose I make a strength of materials class, and if I am not understanding theory of pure banking properly, there will be lot experienced, learned, knowledgeable teachers as my colleague. I should go sit and get their availability time, spare some time with them, and know the knowledge of the pure bending before delivering that pure bending equation to the student. So we should consider our colleagues themselves as our knowledge sources. So teacher can in the initial stages, we may not be in a position to cater the need of knowledge to the students. But in due course, by experience, by learning environment, using different learning tools and styles, we can come up to the standard of a good teacher. That is what my answer is. I don't know whether I have clarified your doubt. That is what I feel. A beginner will have difficulty. Thank you so much, sir. I think you answered my question. Thank you very much. More than one way, yeah. Thank you so much, sir. Thank you. Thank you very much. Thank you, sir. Subramaniaprasad sir, mic is here. സർ ഓഡിബിൾ അല്ല. അല്ല, സുനിൽകുമാർ സാർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പാവം കേട്ടോ, പാവം. എന്നെപ്പോ ഞാനും കുറച്ചു നേരം ബുദ്ധിമുട്ടിച്ചല്ലോ നിങ്ങളെല്ലാം. എന്തോ പ്രശ്നം എന്തോ അവിടെ. സിദ്ധാർത്ഥ് സാറിന്റെ ടൈം മാനേജ്മെന്റ് ഒക്കെ തെറ്റിച്ചോ? ക്ഷമിക്കണം. ഇല്ല സാർ, കുഴപ്പമില്ല. അല്ല, കറക്റ്റായി തന്നെ പോകുന്നു. നമ്മള് 10 മിനിറ്റ് താമസിച്ച തുടങ്ങി. അതുകൊണ്ട് ഓക്കെ. സാറിനെ കുറിച്ച് 2 വാക്ക് ഇടയ്ക്ക് പറയാം. എന്റെ അധ്യാപകനാണ്. ഞാൻ വൈകി ജോയിൻ ചെയ്ത ആളാണ് പഠിക്കാൻ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു സീരീസ് ടെസ്റ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ആ അവസ്ഥയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ സാർ എനിക്ക് റീടെസ്റ്റ് തരികയുണ്ടായി. റീടെസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ ബ്രാഞ്ചിലെ കുട്ടികളുടെ കൂടെയാണ് റീടെസ്റ്റ്. അപ്പൊ അത് റീടെസ്റ്റ് തന്നിട്ടാണ് സാർ എടുത്ത സബ്ജക്ട്. ഞങ്ങളെ മെക്കാനിക്സ്, ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് ആണ് സാർ എടുത്തത്. സാർ ഒരുപാട് പഠിപ്പിക്കും. ഒരുപാട് ഒരു പ്രോബ്ലം സാറ് തെക്കുന്ന് വടക്കോട്ടും കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും എല്ലാം കീറി മുറിച്ച് പഠിപ്പിക്കും. എനിക്ക് തോന്നുന്ന ടെസ്റ്റിന് സ്കോർ ചെയ്യുക, ഇന്റേണൽ മാർക്ക് സ്കോർ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. യൂണിവേഴ്സിറ്റി വാസ് വെരി സിമ്പിൾ, ഐ തിങ്ക്. അപ്പൊ സാർ അത്രത്തോളം എഫോർട്ട് എടുത്ത്, ഇലക്ട്രോണിക്സ് സാർക്ക് അത്ര മെക്കാനിക്സ് ആവശ്യമില്ലെങ്കിൽ കൂടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സി ഷേപ്പ് സ്ട്രക്ചറിന്റെ സെന്റർ വാല്യൂ, യു ഷേപ്പ് ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് 96 സാർ പഠിപ്പിച്ചാണ്. ഇപ്പോഴും ക്ലിയർ ആയിട്ട് ആഫ്റ്റർ 24 ഇയേഴ്സ് ഇപ്പോഴും ക്ലിയർ ആയിട്ട് 25 ഇയേഴ്സ് അത്രത്തോളം സാറ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്, നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നതിൽ കാര്യമാണ്. അതുപോലെ സാറ് പറഞ്ഞ വലിയൊരു കാര്യമാണ്, ആ എത്ര ടഫ് സബ്ജക്റ്റ് ആണെങ്കിലും സബ്ജക്ട് കുട്ടികൾ ഡെലിവറി ചെയ്യുന്നത് ഫ്രണ്ട്ലി മാനറിലാണെങ്കിൽ 80% ഈസ് ഓവർ. അത് വളരെ വലിയൊരു ഇൻഫോർമേഷൻ സാറ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ സാറിനെ തന്നെയാണ് മാതൃകയാക്കുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ സബ്ജക്റ്റിന് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അധ്യാപകൻ സ്നേഹത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ എത്ര ടഫ് സബ്ജക്റ്റ് ആണെങ്കിലും നോക്കും. എൻ്റെ ഒരു ഞാനും അത് മനസ്സിലാക്കും. ഞാനും അത്യാവശ്യം ടഫ് സബ്ജക്ട് പഠിപ്പിക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ അതില് ആദ്യം തന്നെ പറയുന്ന ഇതാണ്, അതൊരു വലിയ സന്ദേശം തന്നെയാണ് സാറ് പറഞ്ഞത്. വളരെ നല്ല ഒത്തിരി കാര്യങ്ങൾ സാറ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഡാറ്റ തന്നിട്ടുണ്ട്. അത്രയും നല്ല ക്ലാസ്സുകൾ സമ്മാനിച്ചിട്ടുണ്ട്. നന്ദി.
ഇനി താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ പാവം പ്ലാനിംഗ് ഒക്കെ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. സാർ ഒന്നുമില്ല, അതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ സാറേ, സാരമില്ല. ഇനി നമുക്ക് ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലോട്ട് കിടക്കാം. വാസന്തി സാർ പറഞ്ഞോളൂ സാർ. നമസ്കാരം, ഞാൻ രജികുമാർ, 80-85 ബാച്ചിൽ പഠിച്ചതാണ്. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ബാലകൃഷ്ണൻ പണിക്കർ സാർ, മുരാരി സാർ, സുബ്രഹ്മണ്യ പ്രസാദ് സാർ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. സാറിൻ്റെ ഈ സംസാരം കേട്ടതിന് ശേഷം ധൈര്യം സംഭരിച്ച് ഞാൻ സംസാരിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചാൽ എനിക്ക് നന്ദിയുണ്ട്. ഇനിയുള്ള ഇതിലും പങ്കെടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു സാർ. ഗോഡ് ബ്ലസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വെരി വെരി സീനിയേഴ്സ് ആണ്. യു ആൾ ഹാവ് ടു ബ്ലസ് us. നിങ്ങളുടെ ബ്ലെസ്സിങ്സിലാണ് ഞങ്ങളുടെ ലൈഫ് ഓടുന്നത്. പ്ലീസ്, ഗോഡ് ബ്ലസ്. സാറിന്റെ ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് തരണം. ഇനി പാലക്കാട് വരുമ്പോ സാറിനെ കാണാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ സാർ പാലക്കാട് വന്നാൽ പറയൂ, ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. വരാം. താങ്ക് യു സാർ. ഇനി വാസന്തി ടീച്ചറെ ക്ഷണിക്കാം വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട്. സിദ്ധാർത്ഥ്, സുഹാസിനി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡത്തിന് 1 മിനിറ്റ് വേണമെങ്കിൽ തരാം. സുഹാസിനി മാഡം ഞാൻ കണ്ടില്ല മാഡം, ഇപ്പൊ ചെയ്തതേ ഉള്ളൂ. മാഡം സുഹാസിനി സാറിന്റെ കൂടെ സാർ ഫസ്റ്റ് ഇയർ നമുക്ക് അപ്ലൈഡ് മെക്കാനിക്സ് ലാബിൽ വന്നു. അതിനുശേഷം സാർ എംടെക് ഒക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഞങ്ങളുടെ പ്രോജക്റ്റ് ഗൈഡായിരുന്നു. അപ്പോൾ സാറായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നു. സാറിന്റെ വീട്ടിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. സാർ ഓർക്കുന്നുണ്ടാവും, സാറ് ഒരു ടഫ് ടൈമിലായിരുന്നു ആ സമയത്ത്. എങ്കിലും ഞങ്ങൾ പ്രോജക്റ്റ് നന്നായി ഗൈഡ് ചെയ്യും, ചിറ്റൂരൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചു തരും ഒക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ സാറിന്റെ കൂടെ 5 വർഷത്തോളം വർക്ക് ചെയ്തു. സാർ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ ഞാൻ കണ്ണൂര് സാർ, കണ്ണൂര്. ഇവിടെ നിന്ന് നേരിട്ട് പോയത് പീച്ചിയിലേക്കല്ലേ? അല്ലല്ല, കണ്ണൂര് പഴശ്ശി പ്രോജക്റ്റില് സാർ. കണ്ണൂര് പഴശ്ശി പ്രോജക്റ്റില് AE ആയിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രോജക്ട് സർക്കിൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആയിട്ട് 2020 റിട്ടയർ ചെയ്തു. എന്നിട്ട് 1-2 ഞാൻ കോളേജിൽ വന്നപ്പോ ഉമ്മയുടെ മകളുടെ കല്യാണത്തിനൊക്കെ വന്നപ്പോ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർക്കണില്ലേ സാറ്? പിന്നെ എന്താ സ്പെക്സ് എല്ലാം വെച്ചു. എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് സ്പെക്സ് സുഹാസിനിക്ക് അന്ന് സ്പെക്സ് ഉണ്ടായിരുന്നില്ല. ഇല്ല അന്ന് ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ 2004 മുതൽ സ്പെക്സ് വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇവിടേക്കൊക്കെ വരുമ്പോ എല്ലാരും വരൂ പ്ലീസ്. സാർ, ഓക്കെ, താങ്ക് യു സാർ. സന്തോഷം. സുഹാസിനിക്ക് ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ്, ക്ലാസ്സിലെ ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ് സുഹാസിനി. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്. വാസന്തി ടീച്ചറെ ക്ഷണിക്കുന്നു. ടീച്ചർ ഹാൻഡ് റൈസ് ചെയ്തു. അറിയില്ല. ടീച്ചറെ പറഞ്ഞോളൂ. ടീച്ചർ യാത്രയിലാണ്. മൈക്ക് ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണ്. ടീച്ചർ പക്ഷെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഇനി ബൈ മിസ്റ്റേക്ക് വന്നാണോ എന്തോ. പറയാനുണ്ടോ? ടീച്ചർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, ഹാൻഡ് മാത്രം റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. CKSP സാറിന് ഹലോ. ഹലോ. ടീച്ചർ പറയൂ. ഞാൻ മൈക്ക് ഓൺ ആക്കിയില്ല. പറഞ്ഞോളൂ. സാർ നമസ്കാരം. നമസ്കാരം ടീച്ചർ. സാറിനോട് ഞാൻ ഒറ്റ വാക്കിൽ പറയണ, സാറിനോടുള്ള എന്റെ എല്ലാവിധ ബഹുമാനവും അറിയുകയാണ്. അത് എത്രയാണെന്നുള്ളത് ഇപ്പൊ എല്ലാവരും സംസാരിച്ചു. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ സാറിന്റെ ഒരു സ്ഥാനം അത്രയും വലുതാണ്.
അപ്പൊ അതൊന്നും ഇവിടെ പറയണം തോന്നി. പിന്നെ ഈ ഒരു ഇതിന് പ്രോഗ്രാമിന് സാറിന്റെ ഒരാഴ്ചയായി സാറിന് മെന്റലി കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും സാറ് അതൊക്കെ ഒന്നും പറയാതെ നമ്മളോട് സഹകരിച്ച് ഇങ്ങനെ വന്ന് ഇത്രയും നമ്മളോട് നന്നായി സംസാരിച്ചതിന് ആദ്യമേ ഒരു നന്ദി അറിയിക്കുകയാണ്. എപ്പോഴും നമ്മുടെ കൂടെ എന്തിനും സപ്പോർട്ടായിട്ട് സാർ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ധൈര്യം തന്നെയാണ്. അതും കൂടി ഞാൻ പറയട്ടെ. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ ഇതിപ്പോ ഈ ഉമാദേവി ടീച്ചർ പറയുമ്പോ പറയേണ്ടത് കാര്യമല്ല, പക്ഷേ ഈ ഉമാദേവി ടീച്ചറുടെ ഈ പ്രയത്നം ഉണ്ടല്ലോ, അതുപോലത്തെ വാസന്തി ടീച്ചർ, ഉമാദേവി ടീച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ടീം ഉമാദേവി നമ്മുടെ NSS അലുമിനി ഇന്ന് എങ്ങനെയാണോ ഇങ്ങനെ ആവാൻ ഉള്ള നിങ്ങളുടെ പങ്ക്, ഞാനത് ടീച്ചറെ വെച്ചുകൊണ്ട് പറയാൻ പാടില്ല ശരിക്കും, പക്ഷെ അത് ഞാൻ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രോം ദ ഡെപ്ത് ഓഫ് ദ ഹാർട്ട്. If the alumni is finding a shape like this and it has got an asset in NSS College of Engineering ഉണ്ടെങ്കിൽ the role of Umadevi teacher and the contribution she has been doing selflessly, without ഇത്രയും സെൽഫ്ലെസ് സർവീസ് സ്വന്തം കോളേജിലെ അലുമിനി നന്നാവണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ടീച്ചർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി ഞാൻ അങ്ങോട്ടാണ് പറയേണ്ടത്. സത്യമായിട്ട് നമ്മുടെ അലുമിനി അസോസിയേഷൻ ഇത്രയ്ക്കും പച്ച പിടിപ്പിച്ചത് നല്ലൊരു പങ്ക് ഉമാദേവി ടീച്ചർക്ക് ഉണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു. ഗോഡ് ബ്ലസ് യു ആൻഡ് ഹാപ്പി ജേർണി. ബാംഗ്ലൂർക്ക് സമാധാനത്തിൽ പോയിട്ട് വരൂ. ഗോഡ് ബ്ലസ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. സാറിന്റെ നല്ല വാക്കുകളൊക്കെ എന്നും എനിക്ക് മോട്ടിവേഷൻ ആണ്. താങ്ക് യു സർ. സത്യമാണ്. It is a truth, not only fact, it is a truth. Thank you, sir. എല്ലാവർക്കും താങ്ക് യു ടീച്ചർ. ഒന്നും കൂടി നമസ്കാരം. സാർ കഴിഞ്ഞില്ല, ഇനി ഞാൻ പറയട്ടെ. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ മുന്നേ തന്നെ ഹലോ സാർ കേൾക്കുന്നില്ലേ? ഹലോ അയ്യോ സാർ, സുബ്രഹ്മണ്യ പ്രസാദ് സാർ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കണ്ട? അല്ല സാറ് സാറിന്റെ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കേൾക്കാൻ. പ്രസാദ് സാർ ഹലോ ഇപ്പൊ കേൾക്കാം സാർ. കേൾക്കാവോ സാറേ? ഹലോ സാറ് കേൾക്കാവോ? ഓക്കെ, കേൾക്കാവോ സാറേ? ഇപ്പൊ ഓക്കെ. പ്രസാദ് സാർ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന് ഞാനിവിടെ ജോയിൻ ചെയ്തത് 92 ഇലക്ട്രിക്കലിലാണ്. അതിന്റെ മുന്നേ തന്നെ സാറിനെ എനിക്ക് അറിയായിരുന്നു. സാറിന്റെ മൂത്ത സിസ്റ്റർ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്സ് ആണ് ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ തൊട്ട് ടീച്ചറുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് തന്നെ സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ടീച്ചറിന്റെ ബ്രദർ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സാറ് പഠിപ്പിക്കാൻ പറഞ്ഞ മുന്നേ തന്നെ നമുക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. ദെൻ സാർ ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് പഠിപ്പിച്ചത്. വൺ ഓഫ് ദി ടഫസ്റ്റ് സബ്ജക്ട്. പക്ഷെ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല നന്നായിട്ട് അത് കൺസെപ്റ്റ് മനസ്സിലാവുകയും അത്യാവശ്യം മാർക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ എന്റെ ബ്രദറും എന്റെ ഹസ്ബൻഡും ഒക്കെ ഇവിടെ പഠിച്ച ആൾക്കാർ. അവർ രണ്ടുപേരും സിവിലാണ്. അപ്പൊ അവരെയൊക്കെ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ബന്ധം തന്നെയായിരുന്നു. സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ എനിക്ക് എന്റെ ബ്രദറിനൊക്കെ സാറ് കോളേജിൽ ഇപ്പൊ വീട്ടിലൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകുമ്പോ ഞങ്ങള് ബേസിക്കലി ചിറ്റൂരാണ്, പക്ഷെ പാലക്കാട് ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചിറ്റൂര് ഇടയ്ക്ക് പോകുമ്പോ ഒക്കെ സാറ് സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവന് കുറച്ച് സ്ട്രക്ചറൽ അനാലിസിസ് അതൊക്കെ വേണമായിരുന്നു. അപ്പൊ സാർ അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് അവനെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. ദ വെരി ഫസ്റ്റ് ഡേ, അതുവരെ ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു. ദ വെരി ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്ത ആ ദിവസം തന്നെ സാറ് എന്നെ കണ്ട ടീച്ചർ എന്നാണ് പറയുന്നത്. അതെനിക്ക് വളരെ മനസ്സിന് നമുക്കൊരു പ്രയാസമാണ്, സ്റ്റുഡന്റ് ടീച്ചർ എന്ന്. ഇപ്പൊ രാജേഷ് സാറ് പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ ജൂനിയർ ടീച്ചേഴ്സ് നേഴ്സ്, അങ്ങനെയല്ല, പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും സാർ അഡ്രസ് ചെയ്യുന്നത് ടീച്ചർ എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്, സാർ ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ സാർ പറഞ്ഞ അതല്ല, നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തു ഇവിടെ, അപ്പൊ നിങ്ങൾ ഇന്ന് ടീച്ചറാണ്, ആ റെസ്പെക്ട് ഞാൻ തരണം എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. ഞാൻ ആ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അത് സാറിന്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. അത് നമ്മളും അത് പഠിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. പിന്നെ സാറിന്റെ കൂടെ ഇങ്ങനെ ഫാക്കൽറ്റി ഒരുപാട് കാര്യങ്ങൾ സാറുമായിട്ട്
ഇന്ററാക്ട് ചെയ്ത് ചെയ്യാനായിട്ട് സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഈ ഫാക്കൾട്ടി ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് സാറ് കോർഡിനേറ്റ് ചെയ്ത് ഇത് നമ്മൾ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ കോർഡിനേറ്റർ ആകുമ്പോൾ സാറിനെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് നമ്മൾ ക്ഷണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ സാറിന്റെ സെഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊരു ടെൻഷനും ഇല്ല. മറ്റേത് ഈ ഫാക്കൾട്ടി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇങ്ങനെ 2 ആഴ്ചത്തെ പ്രോഗ്രാം ഒക്കെ ആയിരിക്കും. അതിന് ഓരോ സെഷൻ നമ്മൾ ഓരോ ടീച്ചേഴ്സിനെ പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ഇൻസൈഡ് കോളേജ് ആണെങ്കിലും നമ്മൾ വിളിച്ച് ചെയ്യുമ്പോൾ അത് എപ്പോഴും നമുക്ക് ടെൻഷനാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ഓൺലൈൻ, മറ്റേത് പുറത്തുനിന്നുള്ള കോളേജസിൽ ടീച്ചേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് ആക്ച്വലി നല്ല ടെൻഷനാണ്. ക്ലാസ് നടന്നില്ലെങ്കിൽ അടുത്ത സ്ലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാതെയായ ആ സ്ലോട്ട് എടുക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ സാറൊക്കെ ഒന്ന് കോളേജിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ആശ്വാസമാണ്. സാർ അതിലുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും സാറിനോട് പറഞ്ഞാൽ സാർ റെഡിയാണ്. നമുക്ക് ആ ടെൻഷനേ ഉണ്ടാവില്ല. അങ്ങനെ എന്റെ 2-3 ഫാക്കൾട്ടി ഡെവലപ്മെന്റ് പ്രോഗ്രാം സാർ റിട്ടയർ ചെയ്തിട്ടാണെങ്കിൽ പോലും വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് സാറിന്റെ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പൊ അത്രയും പിന്നെ സാറിന്റെ വീട്ടിൽ പോയാൽ പറയാനുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സ്നേഹം ആരാണ് കൂടുതൽ തരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടെ. ഫുഡൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അടുത്തിരുത്തി വീട്ടിലെ സ്വന്തം വീട്ടിലെ പോലെ അങ്ങനെ സാറിന്റെ വൈഫാണെങ്കിലും സാറിന്റെ ബ്രദറിന്റെ വൈഫാണെങ്കിലും ടീച്ചറാണെങ്കിലും എല്ലാവരും അങ്ങനെ ആ കംപ്ലീറ്റ് ഫാമിലി ഒരു സ്നേഹം മാത്രം തരാനായിട്ട് ഉള്ള അത് വളരെ നമുക്ക് മെന്റലി ടച്ചിങ് ആണ്. അതൊക്കെ ഇത്രയാണ് സാറിനെ കുറിച്ച് പറയാറുള്ളത്. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങട്ടെ. ഇവിടെ നമ്മുടെ ഈ ഇപ്പോഴത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 4-5 പ്രോഗ്രാമായി നമ്മൾ അലൂമിനി അസോസിയേഷൻ ഇതുപോലെ ചെയ്യുന്നു. ടീച്ചേഴ്സിന് വേണ്ടിയും സ്റ്റുഡൻസിന് വേണ്ടിയും. ഇപ്പൊ ടീച്ചേഴ്സ് മാത്രമല്ല, അലൂമിനി മെമ്പേഴ്സിന് വേണ്ടിയും സ്റ്റുഡൻസിന് വേണ്ടിയും വേറെ വേറെയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അലൂമിനി മെമ്പേഴ്സിന് വേണ്ടിയുള്ള ഫ്ലക്സ് എന്നുള്ള പ്രോഗ്രാം ആണ്. അപ്പൊ അതില് ടീച്ചേഴ്സ് ആണ് അഡ്രസ് ചെയ്യാനായിട്ട് ഇതുവരെ പഴയ പ്രിൻസിപ്പൽമാരൊക്കെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇന്നിപ്പം സാറിനെയാണ് കിട്ടിയത് നമുക്ക് ഗസ്റ്റ് ആയിട്ട്. അപ്പം സാറിന് ഇത്രയും തിരക്കിന്റെ ഇടയിലും സാറിന് വീട്ടിലും ഒക്കെ ഉള്ള ആ ഒരു തിരക്കിന്റെ ഇടയിലും സാറ് നമ്മുടെ കൂടെ നിന്നു. ഇന്നിപ്പോ ഏകദേശം 1-1.5 മണിക്കൂറായി. ഇപ്പൊ ഏകദേശം 2 മണിക്കൂറുകളായി. അപ്പൊ സാറിന് ആദ്യം തന്നെ അലൂമിനി അസോസിയേഷന്റെ പേര് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് സാർ ഈസ് ഓൾസോ ആൻ അലൂമിനി. ഇപ്പൊ എന്റെ ഓൺ ബിഹാഫില് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. Thank you very much, Vasanthi, for the nice words. പിന്നെ ഇതിൽ പങ്കെടുത്ത നമ്മുടെ ഏത് പ്രോഗ്രാം നടത്തുമ്പോഴും അതിന്റെ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടീമിന്റെ എല്ലാവർക്കും തന്നെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് ആണ്. അപ്പൊ ഇതിൽ ഏകദേശം ഇന്ന് നമുക്ക് ഒരു 60ഓളം പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രഷ്യസ് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അത് വളരെ നമുക്ക് ഇൻസ്പിറേഷൻ ആണ്. ഇനിയുള്ള പ്രോഗ്രാമിനും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഇവിടെ അറ്റൻഡ് ചെയ്ത ഓരോരുത്തരെയും ഓൺ ബിഹാഫ് ഓഫ് അലൂമിനി അസോസിയേഷൻ ഞാൻ താങ്ക് യു പറയാണ്. ദെൻ ഇവിടെ നമുക്ക് പഴയ പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ പണിക്കർ സാറിനായിരുന്നു, PGP സാർ ഉണ്ടായിരുന്നു, ജേക്കബ് സാർ, പിന്നെ പ്രസിഡന്റ് ഓഫ് ദി അലൂമിനി അസോസിയേഷൻ മഹാദേവൻ സാർ, പിന്നെ അതർ സീനിയർ അലൂമിനി മെമ്പേഴ്സ് ആൻഡ് ഓൾസോ ഇതിന്റെ പിന്നിൽ നമുക്ക് ലിങ്ക് ഒക്കെ അയച്ചുതരാനും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ അലൂമിനി അധികം ഉണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി. ഇനിയുള്ള പ്രോഗ്രാംസിനും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച് ടീം സിദ്ധാർത്ഥ്, ടീം മഹാദേവി, ടീം വാസന്തി, ടീം ഉമാദേവി, ആരൊക്കെ. പ്രസാദ് സാറിന് ഒരു പ്രത്യേകം നന്ദി. താങ്ക് യു സാർ. കൂട്ടത്തിൽ എനിക്ക് ഒരു സംശയം. ദിനേഷിന്റെ സിസ്റ്റർ ഇവിടെ പഠിച്ചിരുന്നില്ലേ? ദിനേഷ് കുമാർ. പ്രീത, അതാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ. ഓക്കെ. പ്രീത ഇന്ന് വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല ഇതിലില്ല. അല്ല, എന്റെ ഫോൺ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാതെ പെട്ടെന്ന് ദിനേഷ് ഫേസ് കണ്ടപ്പോ കന്നഡ വെച്ചിട്ട് പെങ്ങളെ പോലെ ഉണ്ടാവും കണ്ടിട്ട്. അതെ അതാ പെട്ടെന്ന് ഓർമ്മ വന്നത്. അതുകൊണ്ട്